ഹായ് ഓൾ, വെൽക്കം ടു IAS ഫാക്ടർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ CSAT നമ്മൾ നമ്പേഴ്സ് എന്താണ്, നമ്പേഴ്സിനെ പറ്റി പഠിച്ചു, അതുപോലെ അതിൻ്റെ ഡിവിസിബിലിറ്റി റൂളൊക്കെ പഠിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കെന്താ നമ്പർ സിസ്റ്റത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് എക്സ് ഈസ് പോസിറ്റീവ് ഈവൻ ഇൻറ്റിജർ, എക്സ് എന്താണ്? പോസിറ്റീവ് ഈവൻ ഇൻറ്റിജർ ആണ്. സോ ഇവിടെ നോക്കിയേ, x is positive even integer and y is negative odd integer, then x raised to y is. അപ്പോൾ x raised to y എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ ക്വസ്റ്റ്യനിൽ പറയുന്നു എന്താ, എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഈവൻ ആണ്. അപ്പോൾ ഇൻറ്റിജർ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചല്ലോ. അപ്പോൾ ഈ ക്ലാസ് കാണാത്തവർ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ട് മാത്രം ഈ ക്ലാസ്സിലേക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾ ഇൻറ്റിജർ എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ? എന്താണ് നമ്മൾ ഈ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ്? ഇവിടെ 0, -1, -2, അതുപോലെ 1, 2 ഇതൊക്കെയാണ് നമ്മൾ ഇൻറ്റിജർ ആയിട്ട് പറയാം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഇതിൽ എക്സ് ഈസ് പോസിറ്റീവ്, അതായത് പോസിറ്റീവ് ഈവൻ ഇൻറ്റിജർ ആണ്. പോസിറ്റീവ് ആണ്, അതുപോലെ ഈവൻ ആണ്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഈവൻ ആണ്. അതുപോലെ വൈ എന്ന് പറയുന്നത്, വൈ എന്താണ്? നെഗറ്റീവ് ഓഡാണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിക്കുന്നു എക്സ് റേസ് ടു വൈ എന്താണ്? എക്സ് റേസ് ടു വൈ എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അതായത് അതായത് നമുക്കെന്താ, ഏത് വാല്യൂ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു? പോസിറ്റീവ് ഈവൻ ആണ്. സോ പോസിറ്റീവ് ഈവന് നമുക്ക് എന്ത് കൊടുക്കാം? ഒരു 2 ആണെന്ന് കൊടുക്കാം. അതുപോലെ വൈ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ഓഡാണ്. നെഗറ്റീവ് ഓഡാകുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ഒരു -1 കൊടുക്കാം. -1 എന്ന് പറയുന്നത് എന്താ? ഓഡാണ്. സോ -1 അതെന്താ? നെഗറ്റീവ് ഓഡാണ്. സോ ഈ രണ്ട് വാല്യൂ നമ്മൾ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് റേസ് ടു വൈ എന്താണ്? എക്സ് റേസ് ടു വൈ എന്താണ്? സോ എന്താണ്? 2 റേസ് ടു -1. എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ 2 കൊടുത്തു, വൈൻ്റെ പ്ലേസിൽ -1 കൊടുത്തു. അപ്പോൾ 2 റേസ് ടു -1 നമുക്ക് കിട്ടി. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് എ റേസ് ടു -m, എ റേസ് ടു -m നമുക്ക് എന്നൊരു ഫോം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1/a raised to m എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ a raised to -m ആയാൽ 1/a raised to m എന്ന് എഴുതാം. അതുപോലെ എന്താ, നമുക്ക് ഏത് നമ്പറും a raised to -3 ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1/a raised to 3 എന്ന് എഴുതാം. അതായത് a raised to മൈനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 1/a raised to എന്ന് എഴുതാം. ക്ലിയർ? അപ്പോൾ അതുപോലെ ഇവിടെ എന്ത് വരും? 2 raised to -1 അതെങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതാം. ഓക്കെ, 1/2 raised to 1 അതെന്താ? 1/2 തന്നെയാണ്. സോ നമുക്ക് എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി. അപ്പോൾ ഈ വാല്യൂ എന്താണ്? ഇതൊരു ഓഡ് ഇൻറ്റിജർ ആണോ? അല്ല, ഓഡല്ലല്ലോ. ഓഡ് ഇൻറ്റിജർ അല്ല, ഇതൊരു ഇൻറ്റിജർ അല്ല. ഈവൻ ഇൻറ്റിജർ ആണോ? അല്ല, ഇതൊരു ഇൻറ്റിജർ അല്ല. ഇതൊരു റാഷണൽ നമ്പറാണ്. ഓക്കെ, റാഷണൽ നമ്പറാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു എന്താ റാഷണൽ നമ്പർ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ട് ഈ ക്ലാസ് കാണാം. എന്താണ് റാഷണൽ നമ്പർ? എന്താണ്? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനാണ് നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയാം. നോക്കിയേ, ഇവിടെ 1/2 P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ? എന്താ? റാഷണൽ നമ്പർ. വേണമെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ കൊടുക്കാം. എന്താണ്? എക്സിന് പകരം എക്സ് പോസിറ്റീവ് ഈവൻ ആണ്, പോസിറ്റീവ് ഈവൻ ഇൻറ്റിജർ ആണ്. സോ നമുക്ക് എന്ത് കൊടുക്കാം? 4 ആണെന്ന് കൊടുക്കാം. 4 ഒരു പോസിറ്റീവ് നമ്പറാണ്, ഈവൻ നമ്പറാണ്, ഇൻറ്റിജർ നമ്പറാണ്. അതുപോലെ വൈ നെഗറ്റീവ് ആണ്. സോ എന്താ കൊടുക്കാം? -3 എന്ന് കൊടുക്കാം. ഓഡ് നമ്പർ ആയിരിക്കണം. സോ -3 എന്ന് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 4 റേസ് ടു -3 എന്നല്ല കിട്ടുക. 4 റേസ് ടു -3, അതായത് എക്സ് റേസ് ടു വൈ എന്ന് പറയുന്നത് 4 റേസ് ടു -3 എന്നാണെന്ന് കിട്ടുക. അങ്ങനെ വന്നാൽ ഇതെന്താണ്? 1/4³ എന്ന് കിട്ടും. ഈക്വൽ ടു എന്ത് കിട്ടും? 1/64 ആണെന്ന് കിട്ടും. നോക്കിയേ, 1/64. അപ്പോൾ എന്ത് കിട്ടി? P/Q ഫോമിലാണ്. സോ നമുക്കെന്ത് മനസ്സിലായി? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് റാഷണൽ നമ്പറാണ്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ആൻസർ റാഷണൽ നമ്പറാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. P, Q and R are prime numbers such that P less than Q less than R പിന്നെന്താ less than 13. In how many cases would P plus Q plus R also be a prime number? സോ ഇവിടെ പറയുന്നത് എന്താണ്? നമുക്ക് 4 നമ്പർ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? P ഉണ്ട്, Q, R, അതുപോലെ 13 തന്നിട്ടുണ്ട്. സോ എന്താണ്? 13 ആണ് ഏറ്റവും വലിയ നമ്പർ. അതായത് ഈ സൈൻ എന്താ പറയുന്നത്? ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഭാഗം എന്താണ്?
ഇത് ചെറിയ വാല്യൂ ആണ്. ഈ എന്താ ഫേസ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം വലിയ വാല്യൂ ആണ്. ബിഗ്ഗർ വാല്യൂ ഇവിടെയാണ്, സ്മോളർ വാല്യൂ ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഈ സൈൻ എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ 13 ഏറ്റവും വലിയ വാല്യൂ എന്താണ്? ഇവിടെ നോക്കിയേ, ഇതിൽ ഏറ്റവും വലിയ വാല്യൂ ആണ് 13. അപ്പോൾ ബാക്കിയുള്ള PQR ഈ വാല്യൂ ഒക്കെ 13നേക്കാളും ചെറിയ വാല്യൂസ് ആയിരിക്കും. സോ അതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. എല്ലാ വാല്യൂസും 13നേക്കാളും ചെറുതാണ്. പിന്നെ പറയുന്നു PQR എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്പേഴ്സൊക്കെ പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞില്ല എന്താ പ്രൈം നമ്പർ എന്നൊക്കെ. അപ്പോൾ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3 ഉണ്ട്, 5, പിന്നെ ഏതാ 7, 11, 13. അപ്പോൾ ഈ 13 നമുക്ക് ഓൾറെഡി ഇവിടെ തന്നു. ബാക്കിയുള്ള വാല്യൂസ് ഈ 5 വാല്യൂസിൽ ഏതെങ്കിലും 3 വാല്യൂസാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് PQRന്. ക്ലിയർ ആയില്ലേ? അതായത് 3 വാല്യൂസാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് PQR. അതിൽ എന്താണ് 13 ആണ് ഏറ്റവും വലിയ വാല്യൂ ഉണ്ട്. അപ്പോൾ ബാക്കി 3 വാല്യൂ എന്ന് പറയുന്നത് 13നേക്കാളും ചെറിയ പ്രൈം നമ്പർ ആയിരിക്കും. 13നേക്കാളും ചെറിയ പ്രൈം നമ്പർ ഏതാ? 2, 3, 5, 7, 11. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ 3 നമ്പേഴ്സ് ഉണ്ടാക്കണം. ക്ലിയർ? അപ്പോൾ ഈ 3 നമ്പേഴ്സ് ആഡ് ചെയ്താൽ P+Q+R എന്ന് പറയുന്നതും അതും ഒരു പ്രൈം നമ്പർ ആയിരിക്കണം. അതായത് നമ്മൾ ഇതിന്ന് ഏതെങ്കിലും 3 നമ്പർ സെലക്ട് ചെയ്തു. എക്സാമ്പിൾ എന്താ? 2 Pക്ക് കൊടുക്കാം, Qന് 3 കൊടുക്കാം, Rന് 5 കൊടുക്കാം. സോ എന്ത് കിട്ടും? ഇതൊക്കെ ആഡ് ചെയ്യുന്നു. സോ എന്താ? 2 + 3 5, 5 + 5 10. പക്ഷേ ഈ കിട്ടുന്ന വാല്യൂ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, സം എന്ന് പറയുന്നത് ഇതും പ്രൈം ആയിരിക്കണം എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഈ കിട്ടുന്ന വാല്യൂ പ്രൈം ആയിരിക്കണം എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. അങ്ങനെയുള്ള എത്ര കേസ് ഉണ്ടായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. സോ നമ്മുടെ ഇപ്പോൾ 2025 CSAT കഴിഞ്ഞ ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള എത്ര കേസ് ഉണ്ടാവും, എത്ര പോസിബിലിറ്റി നമുക്ക് ആ എത്ര നമ്പേഴ്സ് വെച്ചാൽ എത്ര പോസിബിൾ കേസസ് നമുക്ക് ഉണ്ടാവും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ 2025 ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതിന്ന് നമ്മൾ 3 നമ്പേഴ്സ് സെലക്ട് ചെയ്യണം. ക്ലിയർ? അപ്പോൾ നമുക്ക് ആദ്യം നോക്കിയേ, നമ്മൾ ഈ 2 സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. 2 സെലക്ട് ചെയ്തു, പിന്നെന്താ 3 സെലക്ട് ചെയ്യാം, പിന്നെ 5 സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ 10 ആണ് കിട്ടുക, അത് പ്രൈം നമ്പർ അല്ല. നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? ഓഡ് നമ്പർ പ്ലസ് ഓഡ് നമ്പർ എന്താണ്? ഈവൺ നമ്പർ കിട്ടും. ഓഡ് നമ്പർ പ്ലസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ പഠിച്ചു. ഓഡ് നമ്പർ പ്ലസ് ഓഡ് നമ്പർ എന്താണ്? 1 + 1 2 അല്ലേ കിട്ടുക. അപ്പോൾ ഓഡ് നമ്പർ പ്ലസ് ഓഡ് നമ്പർ എന്ത് കിട്ടും? ഈവൺ നമ്പർ ആണെന്ന് കിട്ടും. അതുപോലെ ഈവൺ നമ്പർ പ്ലസ് ഈവൺ നമ്പർ എന്ത് കിട്ടും? ഈവൺ നമ്പർ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കിയേ, ഈവൺ നമ്പർ ആയിട്ടുള്ള ഒരേ ഒരു പ്രൈം നമ്പർ മാത്രമേ ഉള്ളൂ നമുക്ക്, അതാണ് 2. ഈവൺ നമ്പർ ആയിട്ടുള്ള ഒരു പ്രൈം നമ്പർ മാത്രമേ ഉള്ളൂ, അതാണ് 2. സോ ഈ 2 എന്നുള്ളത് ഈവൺ നമ്പറാണ്. ബാക്കി എല്ലാ പ്രൈം നമ്പേഴ്സും എന്താണ്? ഓഡ് നമ്പേഴ്സാണ്. സോ ഇവിടെ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഓഡായിരിക്കും. ഇവിടെ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഓഡായിരിക്കും. അപ്പോൾ ഈ 2 ഓഡ് വാല്യൂ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഈവൺ വാല്യൂ കിട്ടും. അത് ക്ലിയർ ആയോ? ഓടും ആഡ് ചെയ്താൽ ഇപ്പോൾ 3 + 3 എന്താണ്? 6, 1 + 1 2. അങ്ങനെ ഓഡ് നമ്പറും ആഡ് ചെയ്താൽ എന്തായിരിക്കും? ഈവൺ നമ്പർ ആയിരിക്കും കിട്ടുക. സോ 2 എന്നത് ഈവൺ നമ്പറാണ്. ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ എന്താണ്? ഓഡ് നമ്പറാണ്. അപ്പോൾ അതിലേതെങ്കിലും 2 വാല്യൂ ആഡ് ചെയ്താൽ, ഓടും ആഡ് ചെയ്താൽ ഈവൺ കിട്ടും. ആ ഈവൺ നമ്പറും നമുക്ക് കിട്ടിയ 2 എന്ന ഈവൺ നമ്പറും ആഡ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. സോ നമ്മൾ ഇവിടുന്ന് എന്താ മനസ്സിലാക്കണ്ടേ? 2 എന്ന വാല്യൂ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? 2 ഓഡ് വാല്യൂ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ഈവൺ കിട്ടി. ഇതിൻ്റെ കൂടെ മൂന്നാമതുള്ള ഈവൺ വാല്യൂ ആഡ് ചെയ്താൽ എന്താ? ആൻസർ എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കും. പക്ഷേ പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഈവൻ ആയിട്ടുള്ള പ്രൈം നമ്പർ 2 മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ 3 നമ്പർ ആഡ് ചെയ്താൽ ഒരിക്കലും നമുക്ക് 2 കിട്ടില്ല. അപ്പോൾ ഈ പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടേണ്ടത് എന്താ? ഈ 3 നമ്പേഴ്സ് ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഓഡായിരിക്കണം. ഓഡാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 ഓഡ് ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഈവൺ കിട്ടും. അതിനോട് ഒരു ഓടും കൂടെ ആഡ് ചെയ്യാം. സോ 3 വാല്യൂ എന്ന് പറയുന്നതും അത് ഓഡ് നമ്പർ ആയിരിക്കണം. സോ 2 എന്ന വാല്യൂ നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റില്ല. ക്ലിയർ? 2 എന്ന വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? അടുത്ത ഏതാണ്? അടുത്ത നമുക്ക് വേണമെങ്കിൽ 3 എടുക്കാം. 3 എടുത്താൽ നമുക്ക് P എന്ന് പറയുന്നതിന് 3 P ആണ്. നോക്കിയാൽ ഇവിടെ നോക്കിയാൽ സൈൻ നോക്കിയാൽ P ആണ് ഏറ്റവും ചെറുത്. അത് കഴിഞ്ഞിട്ട് Q ആണ്. അത് കഴിഞ്ഞിട്ട് R ആണ്. നമ്മൾക്ക് എടുത്ത വാല്യൂ തന്നെ 2 പ്രാവശ്യം എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ഒരു വാല്യൂ മറ്റേനേക്കാളും ചെറുതാണെന്ന് പറഞ്ഞു. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നില്ല, ലെസ് ദാൻ എന്ന് മാത്രമേ ഉള്ളൂ. സോ എന്താ? ഒരു വാല്യൂ മറ്റേ വാല്യൂവിനേക്കാളും ചെറുതാണ്. സോ
നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ വാല്യൂ പി എന്ന വാല്യൂ നമ്മൾ 3 എന്ന് എടുക്കുന്നു. അപ്പോൾ അടുത്ത വാല്യൂ എന്താണ്, സെക്കൻഡ് വാല്യൂ നമുക്ക് വേണമെങ്കിൽ 5 എന്ന് എടുക്കാം. തേർഡ് വാല്യൂ എന്താണ് 7 എന്ന് എടുക്കുന്നു. സോ ഇത് ടോട്ടൽ ആഡ് ചെയ്ത് എന്ത് കിട്ടും, 15 ആണെന്ന് കിട്ടും. ഓക്കെ, സോ ഇത് പ്രൈം നമ്പർ അല്ല. സോ ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് എന്താ, ഫസ്റ്റ് നമ്പർ നമുക്ക് 3 തന്നെ എടുക്കാം, സെക്കൻഡ് നമ്പർ നമുക്ക് 5 എടുക്കാം, തേർഡ് നമ്പർ നമ്മൾ 11 എടുക്കുന്നു വിചാരിക്കാം. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 16 + 3 19 ആണെന്ന് കിട്ടും. സോ ഈ 19 എന്ന് പറയുന്നത് എന്താ, ഓഡ് നമ്പർ ആണ്, അതുപോലെ തന്നെ പ്രൈം നമ്പർ ആണ്. സോ ഈ വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് 3 എടുക്കാം, 5 നമ്മൾ 5ൻ്റെ കേസ് ഓൾറെഡി കഴിഞ്ഞു. ഇനി എന്താ 7 എടുക്കാം, 7 എടുക്കുന്നു +11 എടുക്കുന്നു. സോ എന്ത് കിട്ടും, 21 ആണെന്ന് കിട്ടും. സോ 21 നമുക്കറിയാം, 21 എന്ന് പറയുന്നത് എന്താണ്, 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്, 7ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഇതൊരിക്കലും ഒരു പ്രൈം നമ്പർ അല്ല. അപ്പോൾ 3 ഫസ്റ്റ് പീക്ക് വാല്യൂ 3 കൊടുക്കുമ്പോൾ നമുക്ക് ഒറ്റ പോസിബിൾ വാല്യൂ മാത്രമാണ് കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, 5 എന്ന വാല്യൂ പിന് കൊടുക്കുന്നു. സോ 5 പ്ലസ് സെക്കൻഡ് വാല്യൂ എന്താ 7 ക്യൂവിന് കൊടുക്കുന്നു +11. ഈ വാല്യൂ കൊടുത്താൽ എത്ര കിട്ടും, 23 ആണെന്ന് കിട്ടും. സോ ഇതെന്താണ്, ഇതും ഒരു പ്രൈം നമ്പറാണ്. ഇനി വേറെ പോസിബിൾ വാല്യൂ ഉണ്ടോ, ഇല്ലല്ലോ. 7 നമുക്ക് ഫസ്റ്റ് വാല്യൂ ആയിട്ട് എടുക്കാൻ പറ്റുമോ, 7 പിക്ക് 7 വാല്യൂ എടുക്കാൻ പറ്റുമോ, പിക്ക് 7 എടുത്താൽ നമുക്ക് ക്യൂവിന് 11 എടുക്കാം. പക്ഷേ 6 എന്ന ഇതിന് നമുക്ക് വാല്യൂ ഇല്ല. സോ എന്താ, ഫസ്റ്റ് വാല്യൂ 7 ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് വാല്യൂ 2 വാല്യൂ, കാരണം എന്താ, ആദ്യത്തെ വാല്യൂ എടുത്തതിന് ശേഷം നമുക്ക് 2 വാല്യൂ ആവശ്യമുണ്ട്. അത് ഫസ്റ്റ് എടുക്കുന്നതിനേക്കാളും വലിയ വാല്യൂ ആയിരിക്കണം. സോ നമുക്കിപ്പോൾ 2 പോസിബിൾ കേസ് മാത്രമേ കിട്ടൂ, 3 5 11 അല്ലെങ്കിൽ 5 7 11. സോ എന്താ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 2 ആണ്. 2 പോസിബിൾ കേസാണ് ഉള്ളത്. നമ്മുടെ എന്താ ആൻസർ 2 ആണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സം ഓഫ് 3 പ്രൈം നമ്പർ ഈസ് 100. അപ്പോൾ 3 പ്രൈം നമ്പറിൻ്റെ സം എന്ന് പറയുന്നത്, അതായത് പ്രൈം നമ്പർ 1 P1 പ്ലസ് പ്രൈം നമ്പർ 2 P2 പ്ലസ് P3 എന്ന് പറയുന്നത് എന്താണ്, 100 ആണ്. ഓക്കെ, 3 പ്രൈം നമ്പർ ആഡ് ചെയ്താൽ 100 കിട്ടും. പിന്നെന്താ പറയുന്നത്, ഇഫ് വൺ ഓഫ് ദം എക്സീഡ് അനദർ ബൈ 36. അതായത് 2 വാല്യൂവിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് എക്സാമ്പിൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 വാല്യൂവിൻ്റെ ഡിഫറൻസ് ആണ് 36. അതായത് വേണമെങ്കിൽ നമുക്ക് P1 മൈനസ് P2 എന്ത് കിട്ടാം, 36 ആണെന്ന് കിട്ടാം. അല്ലെങ്കിൽ എന്താ P2 മൈനസ് P3 36 ആണെന്ന് കിട്ടാം. അല്ലെങ്കിൽ P3 മൈനസ് P1 36 ആണെന്ന് കിട്ടാം. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ 36 ആണെന്ന് കിട്ടാം. ഏതോ 2 വാല്യൂ, ഇഫ് വൺ ഓഫ് ദം എക്സീഡ് അനദർ, അതായത് ഏതോ ഒന്ന് മറ്റേതിനേക്കാളും എത്രയാണ് 36 ആണ് കൂടുതൽ, ദെൻ വൺ ഓഫ് ദ നമ്പർ ഈസ്, അപ്പോൾ അതിൽ ഈ 3-ൽ ഏതെങ്കിലും ഒരു നമ്പറാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 3 പ്രൈം നമ്പറാണ്, ഓഡ് നമ്പറാണ്, പ്ലസ് ഓഡ് എന്ത് കിട്ടും, ഓഡ് പ്ലസ് ഓഡ് എന്താ, 2 ഓഡ് ആഡ് ചെയ്താൽ ഈവൺ കിട്ടും, പ്ലസ് ഓഡ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഓടാണ് കിട്ടുക. സോ എന്ത് കിട്ടും, 3 വാല്യൂവും ഓടാണെങ്കിൽ, 3 വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യുന്ന 3 വാല്യൂം ഓടാണെങ്കിൽ നമുക്ക് എന്താ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഓടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു വാല്യൂ ഈവൻ ആയാൽ നമുക്കിത് മാറും. അതായത് ആദ്യത്തെ വാല്യൂ ഓഡ്, സെക്കൻഡ് വാല്യൂ ഓഡ്, അല്ലെങ്കിൽ ആദ്യത്തെ വാല്യൂ ഈവൻ, ബാക്കി 2 വാല്യൂ ഓടാണ്. സോ എന്താ, ഈ 2 വാല്യൂ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഓടും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഈവൺ കിട്ടും. അതിൻ്റെ കൂടെ നമ്മുടെ ഈവൺ കൂടി ആഡ് ചെയ്യുന്നു. സോ എന്ത് കിട്ടും, ഫൈനൽ ആൻസർ എന്ത്, ഈവൻ ആണ്. കാരണം ഈ 100 എന്ന് പറയുന്നത് എന്താണ്, ഈവൻ ആണ്. സോ 100 കിട്ടണമെങ്കിൽ നമ്മളെന്താ, ഒരു പ്രൈം നമ്പർ എന്തായിരിക്കണം, ഈവൻ നമ്പർ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു പ്രൈം നമ്പർ മാത്രമേ നമുക്കറിയൂ, ഏതാണ്, 2 ആണ് നമുക്കറിയുന്നത്. സോ എന്താണ്, നമുക്കറിയാം ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഒരു വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. വേണമെങ്കിൽ നമുക്കിതിനെ P1-നെ 2 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. സോ ആൻസറിൽ 2 ഇല്ല, സോ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ഇനി എന്താ, P1-ഉം P2 ഓക്കെ, P1-ഉം P2-ഉം തമ്മിലുള്ള ഡിഫറൻസ്. സോ നമുക്ക് ഏത് വാല്യൂ ആണ് 2 എന്ന് നമുക്കറിയില്ല, ഒരു വാല്യൂ 2 ആണ്. സോ P1-ഉം P2-ഉം തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എന്തെടുക്കുന്നു, 36 ആണെന്ന് എടുക്കുന്നു. P1 P2 എന്ന് പറയുന്നത് 36 ആണെന്ന് എടുക്കുന്നു. അതുപോലെ P2 P3 തമ്മിലുള്ള എന്തായിരിക്കും, നമ്മൾ P1 ആയിട്ട് എന്തെടുക്കാം, P1 ആയിട്ട് എന്തെടുക്കാം, 2-നെ P1 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ P2 പ്ലസ് P3 എന്തായിരിക്കും, P2 പ്ലസ് P3 98 ആയിരിക്കും. ടോട്ടൽ എന്താ
ടോട്ടൽ എന്താ എത്രയാണ് 100 ആണ്. സോ നമുക്കെന്താ P2 P3 തമ്മിൽ ആഡ് ചെയ്താൽ 98 ആണെന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അതായത് P1 ഇതെന്താ P2 മൈനസ് P3. ഞാൻ അതെങ്ങനെയാണ് എടുത്തത്? അതായത് P1 മൈനസ് P3 എന്താ ഞാൻ എടുക്കാത്തത്? നിങ്ങൾ നോക്കിയാൽ നമ്മൾ P1 എന്ത് കൊടുത്തു? 2 ആണെന്ന് കൊടുത്തു. അപ്പോൾ അടുത്ത വാല്യൂ എന്താണ്? നമ്മൾ 36 ഡിഫറൻസ് വരണമെങ്കിൽ അടുത്ത വാല്യൂ എന്താ കിട്ടുക? 38 ആണ് കിട്ടുക. ഇതൊരിക്കലും എന്താണ് പ്രൈം നമ്പർ അല്ല. സോ എന്താ P2 ഒരിക്കലും 38 അല്ല. സോ എന്താ P1 ആയിട്ടുള്ള ഡിഫറൻസ് അല്ല 36 എന്ന് പറയുന്നത്. സോ എന്തായിരിക്കും? നമുക്ക് P2 P3 തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും 36 എന്ന് പറയാം. ഓക്കെ, P2 P3 തമ്മിലുള്ള ഡിഫറൻസ് ആണ് 36. അത് മനസ്സിലായോ? അതായത് P1 എന്ന് പറയുന്നത് നമ്മൾ 2 ആയിട്ട് എടുത്തു. അപ്പോൾ P1 P2 തമ്മിലുള്ള ഡിഫറൻസ് 36 ആവണമെങ്കിൽ എന്താ P2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 38 ആയിരിക്കണം. സോ അതൊരിക്കലും എന്താണ് പ്രൈം നമ്പർ അല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം P1 ആയിട്ടുള്ള ഡിഫറൻസ് അല്ല 36. സോ P2 P3 തമ്മിലുള്ള ഡിഫറൻസ് ആണ് 36. അതുപോലെ P2 P3 തമ്മിലുള്ള സമ്മാണ് എന്താണ്? 98. സോ എന്ത് ചെയ്യാം? നമുക്കിത് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2P2 ഈക്വൽ ടു 134 എന്ന് കിട്ടും. ഇവിടുന്ന് എന്താ P2 ഈക്വൽ ടു എന്ത് കിട്ടും? 67 ആണെന്ന് കിട്ടും. P2 67 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? P3 എന്ന് പറയുന്നത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ P3 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 91 ആണെന്ന് കിട്ടും അല്ലേ? ഇവിടെ P3ക്ക് അതായത് 67 പ്ലസ് P3 എന്ന് പറയുന്നത് 98 ആണ്. അങ്ങനെയാണെങ്കിൽ P3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 31 ആണ്. സോ ഈ 31 എന്ന് പറയുന്ന ആൻസർ നമുക്ക് ഓപ്ഷനിലുണ്ട്. സോ എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ദ നമ്പർ 823P2Q ഓക്കെ ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 7, 11, 13. അപ്പോൾ നമ്മൾ ഡിവിസിബിലിറ്റി റൂളൊക്കെ പഠിച്ചു. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ പഠിക്കണം. എന്താണ്? 1001 നമുക്ക് എങ്ങനെ എഴുതാം? 7 × 11 × 13 എന്ന് എഴുതാം. 1001 നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താ 1001 എന്ന് പറഞ്ഞാൽ 7 × 11 × 13 ആണ്. സോ നമുക്ക് ഈ 1001ൻ്റെ കൂടെ 1001ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 7 മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്ത് കിട്ടും? 7007 എന്ന് കിട്ടും. ഓക്കെ, അത് മനസ്സിലായോ? 1001ൻ്റെ കൂടെ 8 മൾട്ടിപ്ലൈ ചെയ്യുന്നു. 8008 എന്ന് കിട്ടും. ഓക്കെ, അത്രയും കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ 7007 ഇതിനെ നമുക്ക് 7നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 11നെ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 13നെ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? 1001നെ നമുക്ക് ഈ 3 നമ്പർ വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എന്താ 7007 അതിനെയും നമുക്ക് ഈ 3 നമ്പർ വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താ? ഇതിൻ്റെ ഫാക്ടർ ആയിരിക്കും ഇത് അല്ലേ? അതായത് 2 × 3 എന്ന് പറയുന്നതാണ് 6. ക്ലിയർ? നമുക്കറിയാം 6 × 2 എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ഈ 12 എന്ന് പറയുന്നതിനെ നമുക്കിതാ ഈ 3 വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താ? ഇതിൻ്റെ ഒരു ഫാക്ടറാണ് 6. അതിനെ നമുക്ക് 2 × 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ ഈ 12നെയും 3 × 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കൺഫ്യൂഷൻ ആയെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. എന്താണ്? 1001നെ നമുക്ക് ഈ 3 നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 1001ൻ്റെ ഏതും മൾട്ടിപ്പിളിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഈ 3 നമ്പർ വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താണ്? റിമൈൻഡർ 0 ആയിരിക്കുക. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സോ എന്താ? നമുക്ക് 707നെ നമുക്ക് ഈ 3 നമ്പർ വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? എന്താ? 1001 × x എന്ന് എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? x00x എന്ന് എഴുതാം. അതുപോലെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ? 1001 × 25 ഇങ്ങനെ എഴുതിയാൽ എന്താണ്? 250 ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ 1001 × 12 എന്ന് എഴുതിയാൽ എന്ത് വരും? 12012 എന്ന് വരും. അപ്പോൾ നമുക്ക് കോമൺ ആയി പറയാം എങ്ങനെയാണ്? 1001 × x അല്ലെങ്കിൽ AB. അപ്പോൾ എന്ത് കിട്ടും? AB 0 AB എന്ന് വരും. അപ്പോൾ ഇത് നമുക്ക് കോമൺ ആയിട്ട് ഇങ്ങനെ പറയാം. ഓക്കെ,
അപ്പോൾ ഇതുപോലുള്ള ടേം, അതായത് ആദ്യത്തെ 2 ടേം ഇപ്പം എന്താ 1 4 പിന്നെ 0 1 4 ഇങ്ങനെ വന്നാൽ നമുക്ക് മനസ്സിലാക്കാം എന്താ ഇത് 1001ൻ്റെ മൾട്ടിപ്പിളാണ്, അത് ഈ 3 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അടുത്തൊരു കാര്യം 1001 ഇൻറ്റു ഇനി 3 ഡിജിറ്റ് 1 2 3 എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 1 2 3 1 2 3 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനെ കോമൺ ആയി പറഞ്ഞാൽ എങ്ങനെ കിട്ടും? 1001 ഇൻറ്റു ABC എങ്ങനെ കിട്ടും? ABC എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? അപ്പോൾ 2 3 4 ഇങ്ങനെ വന്നാൽ നമ്മൾ മനസ്സിലാക്കണം ഇത് 1001ൻ്റെ മൾട്ടിപ്പിളാണ്. വേറൊരു നമ്പർ 2 3 5 8 358 ഇതും എന്താണ്? ഈ 6 ഡിജിറ്റ് നമ്പറും എന്താണ്? നമ്മുടെ 1001ൻ്റെ മൾട്ടിപ്പിളാണ്. ഓക്കെ, അങ്ങനെ 1001ൻ്റെ മൾട്ടിപ്പിൾ ആയാൽ ആ നമ്പേഴ്സൊക്കെ 7 11 13 ഈ നമ്പേഴ്സ് കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, നമ്മളോട് ഇവിടെ ചോദിച്ചു ഈ നമ്പർ എന്താണ്? 823 P2Q. അപ്പോൾ ഇതിൽ പിയും ക്യൂവും ഏത് നമ്പർ വന്നാലാണ് ഈ 3 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മളോട് ചോദിക്കുന്നു. സോ എന്താ ഇവിടെ നോക്കിയേ, 3 നമ്പർ, ആദ്യത്തെ 3 നമ്പർ, അതേ ആ 3 നമ്പർ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്താൽ, ആദ്യത്തെ 3 നമ്പർ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ നമുക്കറിയാം എന്താ 1001ൻ്റെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ എന്താ ആദ്യത്തെ 3 നമ്പർ എന്താ? 823. അപ്പോൾ വീണ്ടും 823 തന്നെ ആയാൽ നമുക്കിതാ ഈ ഫോമിലായില്ലേ, ABC ഫോമിലായി. അതെന്താണ്? 1001ൻ്റെ ഡിവിസിബിൾ എന്താ ഫാക്ടറാണ്, മൾട്ടിപ്പിളാണ്. അങ്ങനെയാണെങ്കിൽ എന്താ ഈ വാല്യൂ ഈ 3 നമ്പർ കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഈ ടേബിൾ ഇത് നിങ്ങൾ ഈ ബോക്സിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 8ഉം പിക്ക് പകരം എന്തായിരിക്കും? 8 ആയിരിക്കും. ക്യൂവിന് പകരം എന്തായിരിക്കും? 2 ആയിരിക്കും. സോ 3 ആയിരിക്കും. സോ 8 - 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൻസർ 5 ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കാം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച എന്താ പ്രൈം നമ്പർ, അതുപോലെ ഡിവിസിബിലിറ്റി റൂളൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് പഠിച്ചത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കോപ്രൈം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താ പ്രൈം നമ്പർ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ നോക്കുന്നത്? കോപ്രൈം എന്താണെന്ന് നോക്കണം. എന്താണ് കോപ്രൈം? കോപ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 or more numbers that have no common factors other than 1. അതായത് ഏതെങ്കിലും 2 നമ്പർ, നമ്മൾ പ്രൈം നമ്പർ പഠിച്ചില്ല. എന്താണ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ? എന്താണ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ? 2 നമ്പർ അതായത് ഒരു നമ്പർ, അതിനെ ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ നമ്പറും അല്ലെങ്കിൽ ഒന്നും ആയിരിക്കും. ഒന്നും ആ നമ്പർ തന്നെ ഇറ്റ് സെൽഫ്. ഇപ്പം എന്താണ്? ഒരു 5 എന്ന് എടുക്കാം. ഇതിൻ്റെ ഫാക്ടർ എന്താണ്? 1 അല്ലെങ്കിൽ എന്താണ്? ഇറ്റ് സെൽഫ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. അപ്പോൾ ഇവിടെ എന്താ കോപ്രൈം എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും 2 നമ്പർ. ഇവിടെ ഒരു നമ്പറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ കോപ്രൈം എന്ന് പറഞ്ഞാൽ 2 നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്. 2ഓ അതിലധികമോ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കിയേ, 4ഉം 9ഉം. അപ്പോൾ ഈ 2 നമ്പറും തമ്മിൽ കോമൺ ആയിട്ട് 1 മാത്രമേ വരാൻ പാടുള്ളൂ. നോക്കിയേ, അതായത് വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. 6 12 ഈ 2 നമ്പറും തമ്മിൽ കോമൺ ആയിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ട്? നമുക്കറിയാം 2 എന്ന നമ്പർ കോമൺ ആണ്, 1 എന്ന നമ്പർ കോമൺ ആണ്, 3 കോമൺ ആണ്, 4 പിന്നെ 6 കോമൺ ആണ്. ഓക്കെ, ഈ 4 നമ്പേഴ്സ് ഇതിൽ കോമൺ ആണ്. സോ എന്താ ഇതുപോലത്തെ നമ്പേഴ്സ് നമുക്ക് കോപ്രൈം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്താണ് 4 9 ഇത് തമ്മിൽ എന്താണ് കോമൺ ആയിട്ടുള്ള വാല്യൂ? ഇത് തമ്മിൽ കോമൺ ആയിട്ട് 1 എന്ന വാല്യൂ മാത്രമാണ് ഉള്ളത് കോമൺ ആയിട്ട്. സോ അത്തരത്തിലുള്ള നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് പറയും? കോപ്രൈം എന്ന് പറയും. സോ കോപ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 നമ്പേഴ്സ് തമ്മിലുള്ള എന്താണ് കോമൺ ആയിട്ട് നമ്മൾ 1 മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കിയേ, 5 7 കോമൺ ആയിട്ട് 1 മാത്രമേ ഉള്ളൂ. 3 8 കോമൺ ആയിട്ട് 1 മാത്രമേ ഉള്ളൂ. സോ അത്തരത്തിലുള്ള നമ്പേഴ്സിനാണ് നമ്മൾ എന്താ പറയുക? കോപ്രൈം എന്ന് പറയാം. ക്ലിയർ? ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. 4 8 കോപ്രൈം ആണോ? അല്ല. 4 10 കോപ്രൈം ആണോ? അല്ല. കാരണം എന്താ? 2 ഈവൻ നമ്പർ ഒരിക്കലും കോപ്രൈം ആയിരിക്കില്ല. കാരണം അത് തമ്മിൽ 2ൻ്റെ എന്താ 2 കോമൺ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ അതാണ് കോപ്രൈം എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, ട്വിൻ പ്രൈം നമ്പേഴ്സ്. ട്വിൻ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 പ്രൈം നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 2 ആയിരിക്കണം.
രണ്ട് പ്രൈം നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആയിരിക്കണം. അതായത് അടുത്തടുത്ത് രണ്ട് പ്രൈം നമ്പേഴ്സ്, അതായത് 5, 7 ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. അപ്പോൾ അതിനെ നമ്മൾ ട്വിൻ പ്രൈം എന്ന് പറയാം. അതുപോലെ 11, 13 ഇതും ട്വിൻ പ്രൈമാണ്. എന്താണ് ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. സോ അത്തരത്തിലുള്ള നമ്പേഴ്സിന് നമ്മൾ ട്വിൻ പ്രൈം എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചു വെക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് നമ്പേഴ്സ് ആർ കോ പ്രൈം? ഇവിടെ നോക്കിയാൽ 8ഉം 12ഉം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്താ, രണ്ട് ഈവൻ നമ്പേഴ്സ് ഒരിക്കലും എന്താ കോ പ്രൈം വരില്ല. കാരണം എന്താ, അതിന് കോമൺ ആയിട്ട് 2 ഉണ്ടാവും. ഇവിടെ നോക്കിയാൽ ഇവിടെ 2 ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ എന്താ 4 ഉണ്ട്, 8 ഉണ്ട്, 8 ഇല്ല, 2 ഉണ്ട്, 4 ഉണ്ട്. ഓക്കെ, പിന്നെ 1 ഉണ്ട്. സോ ഫസ്റ്റ് നമ്പർ എന്തായാലും കോ പ്രൈം അല്ല. രണ്ടാമത്തെ 14ഉം 21ഉം നമുക്കറിയാം എന്താണ് 7 ഉണ്ട്, കോമൺ ആയിട്ട് 7 ഉണ്ട്. സോ ഇതും അല്ല. അടുത്തോ 5ഉം 15ഉം 25ഉം നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് 5 രണ്ടും വന്നാൽ എന്താ കോമൺ ആയിട്ട് 5 എന്തായാലും ഉണ്ടാവും. അതും അല്ല. ബാക്കി 9ഉം 28ഉം തമ്മിൽ കോമൺ ആയിട്ട് 1 മാത്രമേ ഉള്ളൂ. സോ അതാണ് കോ പ്രൈം. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ നമ്പേഴ്സ്. എന്താണ്? ദ സം ഓഫ് 2 പ്രൈം നമ്പേഴ്സ് ഈസ് ഓൾവേസ് ഓഡ്. അപ്പോൾ രണ്ട് പ്രൈം നമ്പേഴ്സിൻ്റെ സമ്മ് ഓൾവേസ് ഓഡ് ആണോ? അതായത് രണ്ട് പ്രൈം നമ്പേഴ്സ്, കോപ്രൈം, രണ്ട് കോപ്രൈമാണ് പറയുന്നത്. സോ എന്താണ്, നമുക്ക് വേണമെങ്കിൽ ഇതാ 2 എന്നത് 2, 3 ഇതെന്താണ് കോപ്രൈമാണ്. അപ്പോൾ ഇത് തമ്മിൽ സമ്മ് എത്രയായിരിക്കും? ഓഡായിരിക്കും. ക്ലിയർ? ഇനിയോ, അതായത് ഓൾവേസ് ഓഡ് എന്ന് പറയുന്നു. അതായത് ഇതൊന്ന് ഈവൻ ഒന്ന് ഓടായതുകൊണ്ട് ഇത് ഓടായി. നമുക്ക് വേണമെങ്കിൽ 3ഉം 5ഉം എന്തായിരിക്കും? ഇത് തമ്മിൽ സമ്മ് ചെയ്താൽ എന്താ, ഇത് കോപ്രൈമാണ്. സമ്മ് ചെയ്താൽ 8 കിട്ടും. അത് ഈവൻ നമ്പറാണ്. സോ എന്താ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനിയോ, എവരി പെയർ ഓഫ് പ്രൈം നമ്പേഴ്സ് ഈസ് ഓൾസോ എ പെയർ ഓഫ് കോപ്രൈം. അത് നമുക്കറിയാം. എന്താണ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ നമ്പറും അല്ലെങ്കിൽ 1ഉം ആയിരിക്കും അതിൻ്റെ ഫാക്ടർ. അപ്പം അങ്ങനെ വരുന്ന നമ്പേഴ്സൊക്കെ എന്താണ് കോപ്രൈം ആയിരിക്കും. കാരണം എന്താ, ഏത് പ്രൈം നമ്പർ എടുത്താൽ 2, 3, 5, 7 ഇതൊക്കെ തമ്മിൽ ഒരു ബന്ധവുമില്ല, 1ൻ്റെ മാത്രമേ ബന്ധമുള്ളൂ. സോ എന്താ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സോ നമുക്കത് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. എന്താ, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യാം. പിന്നെന്താണ്, 2 നമ്പേഴ്സ് ആർ കോപ്രൈം ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദേ ആർ ബോത്ത് ഓഡ്. അങ്ങനെയുണ്ടോ? അങ്ങനെയില്ല. കാരണം എന്താണ്, ഇപ്പോൾ എക്സാമ്പിൾ എന്താ 4, 9 നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞു 4, 9 ഒന്ന് എന്താ ഈവനാണ്. അതുകൊണ്ട് എന്താ, ഇത് നോക്കിയേ, ഇത് കോപ്രൈമാണ്. സോ എന്താ, രണ്ട് നമ്പറും ഓടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സോ എന്താണ്, ഓപ്ഷൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അങ്ങനെ ആകുമ്പോൾ എന്താ, ഓപ്ഷൻ 2 മാത്രമാണ് ശരി. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 6y ഈസ് എ പെയർ ഓഫ് കോപ്രൈം നമ്പേഴ്സ് വെയർ y ഈസ് എ നാച്ചുറൽ നമ്പർ. ഓക്കെ, നാച്ചുറൽ നമ്പർ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ്. നോട്ട് എക്സീഡിങ് 20. ഹൗ മെനി പോസിബിൾ വാല്യൂസ് ഓഫ് y ആർ ദെയർ? സോ എന്താണ് പറയുന്നത്, കോപ്രൈമാണ്. കോപ്രൈം എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ കോമൺ ആയിട്ട് 1 മാത്രമേ പാടുള്ളൂ. ഇനി എന്താണ്, ഇവിടെ y എന്ന് പറയുന്നത് ലെസ് ദാൻ, എന്താ y എന്ന് പറയുന്നത് ലെസ് ദാൻ 20 ആണ്. സോ 6 എന്ന് പറയുന്നത് നമുക്കറിയാം, 6 എന്ന് പറയുന്നത് എന്നിൻ്റെയൊക്കെ ഫാക്ടറാണ്, 2ൻ്റെ ഫാക്ടറാണ്, 3ൻ്റെ ഫാക്ടറാണ്. അപ്പോൾ 2ൻ്റെയും 3ൻ്റെയും 6ൻ്റെയും ഫാക്ടേഴ്സ് ഒന്നും നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റില്ല. അതല്ലാണ്ടുള്ള നമ്പേഴ്സൊക്കെ നമുക്ക് എടുക്കാം. അങ്ങനെയുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? ഹൗ മെനി പോസിബിൾ വാല്യൂസ്. കണ്ടോ, ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ ഹൗ മെനി പോസിബിൾ വാല്യൂസ്, എത്ര വാല്യൂസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. സോ എന്താ, നമുക്ക് എന്തൊക്കെ എടുക്കാം? 1 എടുക്കാം. കാരണം എന്താ, 6ഉം 1ഉം തമ്മിൽ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് 1 എടുക്കാം, കോപ്രൈമാണ്. 6ഉം 1ഉം കോപ്രൈമാണ്. പിന്നെന്താ, 5 എന്ന വാല്യൂ എടുക്കാം. പിന്നെന്താ, 6 എടുക്കാൻ പറ്റില്ല, 7 എടുക്കാം. 8 പറ്റില്ല, കാരണം എന്താ, 2ൻ്റെ ഫാക്ടറാണ്. പിന്നെ 9 പറ്റില്ല, 11 പറ്റും, 13 പറ്റും, 17 പറ്റും, 19 പറ്റും. പിന്നെന്താണ്, ബിലോ 20 ആണ്. സോ ഇത്രയും വാല്യൂസാണ് പറ്റുക. സോ ടോട്ടൽ എത്ര വാല്യൂസ്? ടോട്ടൽ 7 വാല്യൂസാണ് നമുക്ക് പറ്റുക. ക്ലിയർ? ടോട്ടൽ 7 വാല്യൂസാണ് പറ്റുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നോക്കിയേ, യൂണിറ്റ് ഡിജിറ്റ്. അപ്പോൾ എന്താണ് യൂണിറ്റ് ഡിജിറ്റ്? നമുക്കറിയാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. 1, 2, 3. അപ്പോൾ ഇതിൽ ഈ ഫസ്റ്റുള്ള ടേമിനെ നമ്മൾ യൂണിറ്റ് പ്ലേസ് എന്ന് പറയും. ഈ 3 എന്ന് പറയുന്നത് എന്താണ്,
യൂണിറ്റ് പ്ലേസ് ആണ്. പിന്നെ ഈ 2 എന്ന് പറയുന്നത് എന്താണ്? 10th പ്ലേസ് ആണ്. ഇതോ 100th പ്ലേസ് ആണ്. അതറിയാമല്ലോ. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന വാല്യൂ ആണ് യൂണിറ്റ് പ്ലേസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് എന്താണ്? രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ എന്താണ് 552 പ്ലസ് 63 ഈ രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് യൂണിറ്റ് പ്ലേസിൽ ഏത് വാല്യൂ കിട്ടും? നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? ഈ യൂണിറ്റ് പ്ലേസ് മാത്രം ആഡ് ചെയ്താൽ മതി. അതായത് 2ഉം 3ഉം ആഡ് ചെയ്യാം. സോ 5 ആയിരിക്കും കിട്ടുക അല്ലേ? നമ്മൾ എങ്ങനെ ആഡ് ചെയ്യാം? 52 പ്ലസ് 61. സോ എന്താ ഇവിടുത്തെ ഈ രണ്ട് യൂണിറ്റ് പ്ലേസ് നമ്മൾ ആഡ് ചെയ്യുന്നു. സോ 5 കിട്ടും. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണിത്. നമ്മളോട് ചോദിക്കുന്നു യൂണിറ്റ് പ്ലേസിലുള്ള വാല്യൂ ഏതാണ്. സോ എന്ത് ചെയ്യാം? ഡയറക്റ്റായി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് സിമ്പിളാണ്. അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നാൽ ഇപ്പം എന്താണ് 23 × 52 ഇങ്ങനെ വന്നാലും നമുക്ക് സിമ്പിളാണ്. കാരണം എന്താ? ഡയറക്റ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 2ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്ത് കിട്ടും? 6 കിട്ടും. അപ്പോൾ ഇങ്ങനെ അതായത് 2ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ യൂണിറ്റ് പ്ലേസിൽ 6 കിട്ടും. അപ്പോൾ അതും സിമ്പിളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് സിമ്പിളാണ്. പക്ഷേ നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ 32⁻123 ഇങ്ങനെയൊക്കെ വന്നാൽ 32⁻123 ഇങ്ങനെ വന്നാൽ ഇതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും? അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്പേഴ്സ്. അതായത് ഞാനിപ്പോൾ പറഞ്ഞു എന്താ 52, 63 അതുപോലെ 128 ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റത്തെ വാല്യൂ എന്ന് പറയുന്നത് 0, 1, 5, 6 ഈ നമ്പേഴ്സൊക്കെ വന്നാൽ അതിൻ്റെ ഏത് പവർ ആയാലും അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ എന്ത് വരും? നമുക്ക് വരുന്നത് സെയിം വാല്യൂ തന്നെ ആയിരിക്കും. അതായത് എക്സാമ്പിൾ 50⁻123 50⁻123 വന്നാൽ എന്താ? ഇതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 0 തന്നെ ആയിരിക്കും. അതുപോലെ 61⁻123 അപ്പോൾ 61ൻ്റെ പവർ ഏത് വന്നാലും നമ്മൾ എന്ത് ചെയ്യുക? ഈ 1 മാത്രം എടുത്താൽ യൂണിറ്റ് പ്ലേസിലുള്ള വാല്യൂ എടുക്കുക. മറ്റുള്ള വാല്യൂ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. യൂണിറ്റ് പ്ലേസിലുള്ള വാല്യൂ മാത്രം നമ്മൾ നോക്കുക. അതായത് ഇപ്പോൾ 61⁻123 വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? യൂണിറ്റ് പ്ലേസിലുള്ള വാല്യൂ ഏതാണെന്ന് നോക്കുക. അതിൽ ഈ 4 വാല്യൂവിൽ ഏത് വന്നാലും ആ സെയിം വാല്യൂ ആയിരിക്കും നമ്മളെ യൂണിറ്റ് പ്ലേസിൽ വരിക. സോ ഇവിടെ 1 വന്നു. അതായത് നിങ്ങൾ നോക്കിയാൽ എന്താ? ഇപ്പോൾ നോക്കിയേ 21 × 21 ഈ രണ്ട് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് 1 കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ വീണ്ടും ഒരു 21 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? വീണ്ടും 1 ആണ് കിട്ടുക. അങ്ങനെ എത്ര പ്രാവശ്യം 1 മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് യൂണിറ്റ് പ്ലേസ് കിട്ടുന്ന വാല്യൂ 1 ആയിരിക്കും. സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ഈ 4 നമ്പറിൽ ഏത് നമ്പർ വന്നാലും എന്താണ്? ഈ 4 നമ്പറിൽ യൂണിറ്റ് പ്ലേസിൽ വന്നാൽ അതിൻ്റെ പവർ എന്ത് വന്നാലും നമുക്ക് എന്തായിരിക്കും? സെയിം നമ്പർ ആയിരിക്കും യൂണിറ്റ് പ്ലേസിൽ വരിക. അത്രയും കാര്യം മനസ്സിലാക്കി വെക്കുക. അതായത് ഇപ്പോൾ 36⁻28 ഇങ്ങനെ വന്നാലും എന്താണ്? ഇവിടെ 6 വന്നു. അങ്ങനെ ആയാൽ എന്താ? നമ്മൾ ഇവിടുത്തെ ഈ വാല്യൂ നോക്കണ്ട, യൂണിറ്റ് പ്ലേസ് മാത്രം നോക്കാം. മറ്റേ വാല്യൂ അവിടെ ഏത് വാല്യൂ വന്നാലും കുഴപ്പമില്ല. സോ എന്താ? യൂണിറ്റ് പ്ലേസ് വാല്യൂ നോക്കാം. അത് 6 ആണ്. സോ എന്താ? നമുക്കറിയാം 6 വന്നാൽ എന്താ? എത്ര പവർ വന്നാലും അതിൻ്റെ യൂണിറ്റ് പ്ലേസ് 6 തന്നെ ആയിരിക്കും. അതുപോലെ 5 വന്നാൽ എത്ര പവർ വന്നാലും അതിൻ്റെ യൂണിറ്റ് പ്ലേസ് 5 തന്നെയാണ്. 1 വന്നാലും സെയിം ആണ്. അതുപോലെ 0 വന്നാലും സെയിം പവറാണ്. ഓക്കെ, അത്രയും കാര്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 4 വന്നു. 4 വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 4 വന്നു. സോ 4 വന്നാൽ നമ്മൾ നോക്കിയേ എന്താണ്? 4:1 4:1 എന്താണ്? 4 ആണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നോക്കാം. എന്താണ്? ഇപ്പോൾ 5:1 എന്താണ്? 5 ആണ്. 5:2 എന്താണ്? 25 ആണ്. 5³ എന്താണ്? 125 ആണ്. മനസ്സിലായില്ലേ? എന്ത് വന്നാലും എത്ര പവർ വന്നാലും 5 തന്നെയാണ്. വേണമെങ്കിൽ 6 നോക്കിയേ. 6:1 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ്. 6² 36 ആണ്. 6³ 216 ആണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ 6ൻ്റെ ഏത് പവർ വന്നാലും നമുക്ക് എന്ത് കിട്ടും? 6 തന്നെ കിട്ടും. അതുപോലെ 0 അതുപോലെയാണ്. 1ഉം അതുപോലെയാണ്. ഇനി 4ൻ്റെ നോക്കിയാലോ? 4ൻ്റെ പവർ 4 വന്നാൽ എന്ത് കിട്ടും? 4 കിട്ടും. ഇനി 4² വന്നാൽ എന്ത് കിട്ടും? 4² ആണ് വരുന്നതെങ്കിൽ
അതായത് എന്താണ് 4ൻ്റെ പവർ 1 വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 4ൻ്റെ പവർ 1 വന്നാൽ 4 കിട്ടും. ഇനി 4ൻ്റെ പവർ 2 വന്നാൽ എന്ത് കിട്ടും? 6 ആണ് കിട്ടുക. 4ൻ്റെ പവർ 2 വന്നാൽ 16, അപ്പോൾ 6 ആണ് കിട്ടുക അല്ലേ? 6 ആണ് കിട്ടുക. 16 വന്നു, അപ്പോൾ 6 ആണ് കിട്ടുക. ഇനി 4ൻ്റെ പവർ 3 വന്നു, അപ്പോൾ എത്ര കിട്ടുക? 64, അപ്പോൾ 4 ആണ് കിട്ടുക. ഇനി 4ൻ്റെ പവർ അടുത്ത ഏതാ? 4 വന്നു, അപ്പോൾ 256 കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? 6 ആണ് കിട്ടുക. മനസ്സിലായോ? അതായത് ആദ്യം 4 കിട്ടി, 6 പിന്നെ 6 കിട്ടി, പിന്നെ 4 കിട്ടി, 6 കിട്ടി. അപ്പോൾ ഇവിടെ നിങ്ങൾ പാറ്റേൺ നോക്കിയേ. ഓഡ് പവർ ആണെങ്കിൽ 4 വരും. ഈവൻ പവർ ആണെങ്കിൽ എന്ത് വരും? 6 വരും. ഓക്കെ, അപ്പോൾ 4ൻ്റെ എന്ന് പറഞ്ഞാൽ ഓഡ് പവർ ആണെങ്കിൽ നമുക്ക് എന്ത് വരും? ഓഡ് പവർ ആണെങ്കിൽ 4 വരും. ഈവൻ പവർ ആണെങ്കിൽ 6 വരും. ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കണം. ഓഡ് പവർ ആണെങ്കിൽ എത്ര വരും? 4 വരും. ഈവൻ പവർ ആണെങ്കിൽ 6 വരും. അതാണ് 4ൻ്റെ റൂള്. അടുത്ത് നോക്കിയാൽ അടുത്ത ഏതാണ്? 9ൻ്റെ റൂള്. അപ്പോൾ നമ്മൾ 9ൻ്റെ എങ്ങനെ എഴുതാം? 9ൻ്റെ 9⁻1 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 ആണ്, അറിയുന്ന കാര്യമാണ്. 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 81 ആണ്. 9 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 729 ആണ്. 9⁻4 എന്ന് പറഞ്ഞാൽ എന്താണ്? 6561 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ. ഓഡ് നമ്പർ, അതായത് 1 വരുമ്പോൾ 9 വന്നു, പിന്നെ 2 വരുമ്പോൾ 1 വന്നു, 3 വരുമ്പോൾ വീണ്ടും 9 വന്നു, 4 വരുമ്പോൾ വീണ്ടും 1 വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഓഡ് വരുമ്പോൾ 9 വരും, ഈവൻ വരുമ്പോൾ എന്ത് വരും? 1 വരും. അതാണ് 9ൻ്റെ റൂൾ. അപ്പോൾ 9ൻ്റെ പവർ ഏതായാലും അതായത് 9⁻21 ഇതെന്താണ്? 21 ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ വന്നാൽ അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 9 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ റൂളും പഠിച്ചു വെക്കാം. എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ പവറിനെയാണ് നമ്മൾ എക്സ്പോണൻ്റ് എന്ന് പറയാം. അപ്പോൾ 9ൻ്റെ പവർ ഓഡ് നമ്പർ ആയാൽ എന്ത് കിട്ടും? 9 തന്നെ കിട്ടും. യൂണിറ്റ് പ്ലേസിൽ 9 തന്നെ കിട്ടും. ഇനി 9ൻ്റെ പവർ ഈവൻ ആയാൽ യൂണിറ്റ് പ്ലേസിൽ 1 കിട്ടും. ആ കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 4ൻ്റെയും 9ൻ്റെയും സെയിം ആണ്. എങ്ങനെയാ? ഓടായാൽ, അപ്പോൾ ഈ ടേബിൾ ഓർത്ത് വെക്കുക. 4ഉം 9ഉം എന്താ? ഓടാണെങ്കിൽ എന്താ? സെയിം വാല്യൂ തന്നെ കിട്ടും. ഓടാണെങ്കിൽ 4 കിട്ടും, ഇവിടെ 9 കിട്ടും. ഇനി ഈവൻ ആണെങ്കിൽ എന്ത് കിട്ടും? ഇവിടെ 6 കിട്ടും, ഇവിടെ 1 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കി വെക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്തതിലേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ എന്താ 0 1 5 6 4 9 ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി ബാക്കിയുള്ള നമ്പേഴ്സ് നോക്കിയേ. 2 3 7 8 ഈ നമ്പേഴ്സിൻ്റെയൊക്കെ എങ്ങനെയാണ് റൂള്? അതായത് ബാക്കിയുള്ള നമ്പേഴ്സ് ഇവിടെ നോക്കിയാൽ ആദ്യം നമുക്ക് 2ൻ്റെ നോക്കാം. 2ൻ്റെ എങ്ങനെയാണ്? അതായത് 2⁻1 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഇനി 2 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം 4 ആണ്. ഇനി 2 ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? 8 ആണ്. 2⁻4 എന്ന് പറയുന്നത് എന്താണ്? 16. 2⁻5 32. 2�6 എന്ന് പറയുന്നത് 64 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പാറ്റേൺ നോക്കിയേ. ആദ്യം എന്താണ്? 2 4 8 6 എന്ത് കിട്ടും? 2 4 8 6 വീണ്ടും 2 4 8 6. അതായത് ഓരോ 4 വാല്യൂ കഴിയുമ്പോഴും നമ്മൾ എന്ത് കിട്ടും? 2 4 8 6 റിപ്പീറ്റ് ആവുന്നു. 1 2 3 4 ഇത്രയും പവറിന് എന്താ? 2 4 8 6 ആണ്. പിന്നെ 5 6 7 8 ഇതിനും 2 4 8 6 ആണ്. അങ്ങനെ ഓരോ 4 നമ്പർ കഴിയുമ്പോഴും നമുക്ക് എന്താ? ഈ നമ്പേഴ്സ് റിപ്പീറ്റ് ആയിക്കൊണ്ട് വരുന്നു. യൂണിറ്റ് ഡിജിറ്റിൽ ഈ നമ്പർ റിപ്പീറ്റ് ആയിക്കൊണ്ട് വരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയാൽ എന്താ? 2⁻11ൻ്റെ യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും? യൂണിറ്റ് പ്ലേസിൽ അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ആദ്യത്തെ 4 നമ്പർ 1 to 4 വന്നാൽ എന്താ? 1 to 4 വന്നാൽ നമുക്കറിയാം 2 3 2 4 8 6 വന്നു. പിന്നെന്താണ്? 5 to 8. ഓക്കെ, 5 to 8 ആണ്. പിന്നെ 2 4 8 6. പിന്നെന്താ? 9 എന്ന് പറഞ്ഞാൽ 2 ആണ്. 10 എന്ന് പറഞ്ഞാൽ 4 വരും. 11 എന്ന് പറഞ്ഞാൽ 8 വരും. മനസ്സിലായോ? അങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ചാൽ നമ്മൾ ഈ പവറിനെ എത്ര പ്രാവശ്യമാണ് റിപ്പീറ്റ് ആകുന്നത്? 4 അതായത് ഈ സൈക്ലിസിറ്റി എന്ന് പറയുന്നതിൻ്റെ, അതായത് ഓരോ 4 നമ്പേഴ്സ് കഴിയുമ്പോഴും ഈ വാല്യൂ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. 2 4 8 6 2 4 8 6 അങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ട് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ പവർ എന്ന നമ്പറിനെ 11 എന്ന പവറിനെ നമ്മൾ എന്ത് ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
/4 11/4 ചെയ്യുക. അതിൻ്റെ റിമൈൻഡർ എത്രയാണെന്ന് നോക്കാം. സോ എന്താ ഇതിൻ്റെ റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ ഈക്വൽ ടു 3 ആണെന്ന് പറയും. റിമൈൻഡർ 3 ആണ്. സോ റിമൈൻഡർ 3 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റിമൈൻഡർ 3 ആണ്. സോ എന്താ 2³ വാല്യൂ ആയിരിക്കും ഇവിടെ കിട്ടുക. അതായത് 2⁻³ വാല്യൂ ആയിരിക്കും നമുക്ക് എന്താ ഇതിൻ്റെ യൂണിറ്റ് പ്ലേസ് കിട്ടുക. 8 ആണ്. ക്ലിയർ അല്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. 15 കൊടുക്കാം നമുക്ക്. 2⁻15. 2⁻15. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? 15/4 ചെയ്യാം. 15/4 ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടുക? റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ 3 ആണ് കിട്ടുക. സോ എന്താ ഇതും നമുക്കറിയാം 2³ വാല്യൂ ആയിരിക്കും ഇതിൻ്റെ റിമൈൻഡർ യൂണിറ്റ് പ്ലേസിൽ. ഇനിയോ 16 എന്ന വാല്യൂ എടുക്കാം. അല്ലെങ്കിൽ വേണ്ട 14 എന്ന വാല്യൂ നമുക്ക് ആദ്യം നോക്കാം. 2⁻14 ഇതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? പവർ 14നെ /4 ചെയ്യുക. കാരണം എന്താ 4 എന്ന് ചെയ്തുകൊണ്ട് എന്താ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് നമ്മൾ 4 ചെയ്തത്? ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന 4 നമ്പർ കഴിയുമ്പോഴാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ 4 കൊണ്ട് ചെയ്തു. സോ എന്താ 14/4 ചെയ്യുന്നു. അപ്പോൾ റിമൈൻഡർ എന്ത് കിട്ടും? റിമൈൻഡർ ഈക്വൽ ടു 2 ആണെന്ന് കിട്ടും. റിമൈൻഡർ ഈക്വൽ ടു 2 ആണെന്ന് കിട്ടും. അങ്ങനെ വന്നാൽ എന്താ 2² വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എന്താണ് 4 ആണ് എടുക്കേണ്ടത്. ഓക്കെ. ഇനി ഞാൻ പറയുന്നു 16 2⁻16 വന്നു. 2⁻16 വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞു എന്താ പവർ 16/4 ചെയ്യാം. പവർ ബൈ 4 ചെയ്യാം. സോ എന്ത് കിട്ടും? റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണ് കിട്ടുക. റിമൈൻഡർ 0 ആണ്. അപ്പോൾ നമ്മൾ 2⁻0 അല്ല ഇടേണ്ടത്, നമ്മൾ 2⁻4 തന്നെ ഇടണം. 0 വന്നാൽ 2⁻4 ഇടാം. ഓക്കെ. 1 വന്നാൽ റിമൈൻഡർ 1 വന്നാൽ 2⁻1 ഇടാം. 2 വന്നാൽ 2⁻2 ഇടാം. 3 വന്നാൽ 2⁻3 ഇടാം. അതുപോലെ 0 വന്നാൽ ഒരിക്കലും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 4 വരില്ല, 0 മാത്രമേ വരും. സോ 0 വന്നാൽ 2⁻4 ഇടുക. 2⁻4ൻ്റെ വാല്യൂ 6 ആണ്. കണ്ടോ ഇവിടെ 6 അല്ലേ? സോ 6 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് പ്ലേസിലെ വാല്യൂസ് കാണാം. ഓക്കെ. അപ്പോൾ 2ൻ്റെ കാര്യം ഓക്കെ ആയി. അടുത്ത് നമുക്ക് 3ൻ്റെ കാര്യം നോക്കിയാലോ. 3ൻ്റെ എങ്ങനെയാണ്? അതായത് 3⁻1 എന്ന് പറയുന്നത് 3 ആണ്. 3² എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. 3³ എന്ന് പറയുന്നത് എത്രയാണ്? 27 ആണ്. 3⁻4 എന്ന് പറയുന്നത് എത്രയാണ്? 81. 3⁻5 243. ഇനി വേണമെങ്കിൽ 2⁻6 എത്ര കിട്ടും? 7 2 9. അപ്പോൾ ഇവിടെ നോക്കിയേ 3 9 7 1. ഈ നമ്പർ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. 3 9 കണ്ടോ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെയും നോക്കിയേ, ഇവിടെയും 4 നമ്പർ കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ആവുന്നു. ഏതൊക്കെ നമ്പേഴ്സ്? 3 9 7 1. ഈ നമ്പേഴ്സൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോൾ എന്താ 3⁻11 വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്താ റിമൈൻഡർ എന്ന് പറയുന്നത്, അതായത് 11/4 ചെയ്യുക. അപ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് 3 കിട്ടും. അങ്ങനെയാണെങ്കിൽ 3⁻3 ആണ് നമ്മുടെ വാല്യൂ കിട്ടുക. അതെന്താ 7. യൂണിറ്റ് പ്ലേസിൽ 7 ആണ് കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്താ 3ൻ്റെയും യൂണിറ്റ് പ്ലേസ് കണ്ടുപിടിക്കാം. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. അടുത്ത് നോക്കാം. ഇനി 7ൻ്റെ എങ്ങനെയായിരിക്കും? 7ൻ്റെ നോക്കിയേ 7⁻1 7 ആണ്. 7 അടുത്ത 7² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 49. 7³ എത്രയാണ്? 343 ആണ്. 7. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്ക്വയേഴ്സ് നമ്മുടെ 30 വരെയുള്ള സ്ക്വയേഴ്സ് കാണാണ്ട് പഠിക്കാം. 30 വരെയുള്ള സ്ക്വയേഴ്സ് പഠിക്കുക. ഒരു 20 വരെയുള്ള ക്യൂബ്സ് പഠിക്കുക. പറ്റിയില്ലെങ്കിൽ നിങ്ങൾ മാക്സിമം എന്താ മിനിമം 10 വരെയുള്ള ക്യൂബെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. 30 വരെയുള്ള സ്ക്വയേഴ്സ് പഠിക്കുക, 10 വരെയുള്ള ക്യൂബ്സ് നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിയേ 7⁻1 എന്ന് പറയുന്നത് 7 ആണ്. 7² എന്ന് പറയുന്നത് 49 ആണ്. 7³ എന്ന് പറയുന്നത് 343 ആണ്. ഇനി 7⁻4 എന്ന് പറയുന്നത് എന്താണ്? 2401 ആണ്. 7⁻5 എന്ന് പറയുന്നത് എന്താണ്? 16807 ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ 7 9 7 1. പിന്നെ വീണ്ടും 7 9 ആ നമ്പർ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. 7931. അപ്പോൾ ഇവിടെയും നോക്കിയേ 4 നമ്പർ കഴിയുമ്പോൾ വീണ്ടും ആ നമ്പർ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം റൂളാണ് ഇവിടെയും. എന്ത് ചെയ്യുക? 7 ഏതെങ്കിലും പവർ വന്നാൽ നമ്മൾ ആ പവറിനെ എന്ത് ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടുന്ന റിമൈൻഡർ വെച്ചിട്ട് നമ്മൾ എന്താ 7⁻121.
അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ 121 ഡിവൈഡ് ബൈ 4 ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ എന്താ റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് 1 കിട്ടും. അങ്ങനെ ആകുമ്പോൾ എന്താ ഈ 7ന് പകരം നമ്മൾ എന്ത് ചെയ്യുക, 7^1 എന്നാണ്. 7^121 പകരം ഈ പവറിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, റിമൈൻഡർ കിട്ടുന്ന പവർ ഇടുക. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 7^1 എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 7ൻ്റെയും നമ്മൾ ഓക്കെയാണ്. ഇനി 8ൻ്റെ എങ്ങനെയാണ്, സെയിം ആണ്. 8ഉം സെയിം ആണ്. എന്ത് ചെയ്യാം, 8^1 എന്ന് പറയുന്നത് 8 ആണ്. 8^2 എന്ന് പറയുന്നത് 64 ആണ്. 8³ എന്ന് പറയുന്നത് എന്താണ്, 512 ആണ്. 8^4 എന്ന് പറയുന്നത് എന്താണ്, 4096 ആണ്. 8^5 എന്ന് പറയുന്നത് 32768. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നോക്കിയേ, 8426 ഈ നമ്പേഴ്സ് റിപ്പീറ്റ് ആയിക്കൊണ്ട് വരും. അപ്പോൾ ഈ 4 നമ്പേഴ്സ് റിപ്പീറ്റ് ആവും. അതാണ് 8ൻ്റെ റൂള്. ക്ലിയർ? അപ്പോൾ ഈ 4 നമ്പേഴ്സ്, അതായത് 2, 3, 7, 8 ഈ നമ്പേഴ്സിലൊക്കെ നമ്മൾ നോക്കേണ്ടത് എന്താണ്, റിപ്പീറ്റ് ആവുന്ന നമ്പർ, അതായത് സൈക്ലിസിറ്റി എന്ന് പറയും. 4 നമ്പർ കഴിയുമ്പോൾ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ എന്താണ്, 2, 3 അതുപോലെ 7, 8 ഇത്രയും നമ്പേഴ്സിന് നമ്മളെന്താ ഡിവൈഡ് ബൈ 4 ചെയ്യണം. പിന്നെന്ത് ചെയ്യുക, 0, 5, 6, 1 0 അതായത് 1, 0, 5, 6 ഈ നമ്പേഴ്സൊക്കെ വന്നാൽ എന്താ, ആ സെയിം നമ്പർ തന്നെയാണ് അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ വരിക. പിന്നെ നമ്മൾ പഠിച്ചു 4ഉം 9ഉം ഈ 2 നമ്പറിന് എങ്ങനെയാണ്, ഓഡ് നമ്പർ വന്നാൽ സെയിം നമ്പർ 4, 9. ഇനി ഈവൺ നമ്പർ വന്നാൽ 4ൻ്റെ ആണെങ്കിൽ 6 വരും, 9ൻ്റെ ആണെങ്കിൽ 1 വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് യൂണിറ്റ് പ്ലേസിലെ വാല്യൂ കാണാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ ആണിത്. നമ്പർ സിസ്റ്റത്തിൽ എല്ലാ പ്രാവശ്യവും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് ഈ ഏരിയയിൽ നിന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പഠിച്ചു വെക്കാം. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എങ്ങനെയാണ്, ഇവിടെ നോക്കിയേ, 792 എന്താണ് 122. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് എന്താണ്, നമ്മൾ അറിയാം 2ൻ്റെ എങ്ങനെയാണ്, 2 നമുക്കറിയാം. എന്ത് ചെയ്യണം, 2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 122 ഡിവൈഡ് ബൈ എന്ത് ചെയ്യാം, 4 ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, അപ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് 2 കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, അതായത് ഇങ്ങനൊരു വാല്യൂ വന്നാൽ 792 എന്ന വാല്യൂ വന്നാൽ നമ്മൾ ഈ 79 അതായത് 7ഉം 9ഉം നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഈ യൂണിറ്റ് പ്ലേസിലെ വാല്യൂ മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റ് പ്ലേസിൽ 2 മാത്രം എടുത്താൽ മതി. അതിൻ്റെ പവർ എന്താണെന്ന് നോക്കുക. ആ പവറിനെ ഇപ്പോൾ നോക്കി, ഇവിടെ 2 ആയതുകൊണ്ട് നമ്മൾ എന്താ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ റിമൈൻഡർ 2 കിട്ടി. ഇനി എന്ത് ചെയ്യുക, 2 ഈ റിമൈൻഡർ കിട്ടിയ റിമൈൻഡർ എഴുതാം 2. അപ്പോൾ എന്ത് കിട്ടും, 2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവിടെ നോക്കിയേ, ഇവിടെ 7 ആണ് യൂണിറ്റ് പ്ലേസ് വന്നത്. ബാക്കി 2 വാല്യൂ നമുക്ക് ആവശ്യമില്ല, നമുക്കത് കട്ട് ചെയ്യാം. 7 ആണ് വന്നത്. അപ്പോൾ 7 വന്നാൽ എങ്ങനെ ചെയ്യാം, 7 നമ്മൾ പറഞ്ഞു എന്താണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 531 ഡിവൈഡ് ബൈ 4 ചെയ്യാം. അങ്ങനെ വരുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടും, റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്കിതാ ഇത് കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1 കിട്ടും, 13 അപ്പോൾ 2 കിട്ടും, 13 അപ്പോൾ 3 കിട്ടും, പിന്നെ എന്ത് കിട്ടും, അപ്പോൾ 11 കിട്ടും. അപ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആണ് കേട്ടോ. ഇവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് 3 കിട്ടും. അങ്ങനെ റിമൈൻഡർ 3 കിട്ടിയതുകൊണ്ട് എന്ത് ചെയ്യുക, 7 ഇവിടെ നമുക്ക് 7^3 എന്ന് എഴുതാം. അപ്പോൾ 7³ വാല്യൂ നമുക്കറിയാലോ എന്താണ്. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കാം. അതായത് 7ൻ്റെ വാല്യൂസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കാം. അതായത് 7, 9, 3, 1 പഠിച്ചു വെക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്യൂബ് എന്താ 7^4 വരെയുള്ള വാല്യൂസ് നമ്മൾ ഓർത്തിരിക്കാം. 7³ വാല്യൂ ഒക്കെ നമുക്ക് അറിയേണ്ടതാണ്. എത്ര, 343 എന്നുള്ള വാല്യൂ നമുക്കറിയാം. അപ്പോൾ എന്താണ്, യൂണിറ്റ് പ്ലേസിലെ വാല്യൂ 3 ആണ്. ഓക്കെ, യൂണിറ്റ് പ്ലേസിലെ വാല്യൂ 3 ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇനി ഇതാ 8ൻ്റെ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക, 8ൻ്റെയും സെയിം ആണ്. എന്താ, നമ്മളിതിനെ ഇവിടെ എന്താ 512 ഡിവൈഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 3 ആണെന്ന് കിട്ടും. റിമൈൻഡർ 3 ആണ് കിട്ടുക. റിമൈൻഡർ 3 ആയാൽ എന്താ 8³ വാല്യൂവും, അതായത് 8 ഏതാണ് റിമൈൻഡർ കിട്ടിയത്, 8³ ആണ്. സോ ഇതിൻ്റെ വാല്യൂ നോക്കാം. ഇതെന്താണ് 512 ആണ്. സോ റിമൈൻഡർ എന്താ യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കിയാൽ എന്താണ് 3 ആണ് വന്നിട്ടുള്ളത്.
3 ആണ് വന്നിട്ടുള്ളത്. സോ 3 വന്നാൽ എന്ത് ചെയ്യാം? 3 ആണെങ്കിൽ 123 പവർ എന്താ 123/4 ചെയ്യാം. അപ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 3 ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 3/3 റിമൈൻഡർ 3 ഏതാണ് റിമൈൻഡർ? ആ വാല്യൂ 3/3 എന്ത് കിട്ടും? 3/3 എന്ന് പറയുന്നത് 27 ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 7 ആണ് യൂണിറ്റ് പ്ലേസിൽ വരുന്നത്. ഓക്കെ, അത്രയും കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി നോക്കിയാൽ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കിയേ. അതായത് 327/240 ഇങ്ങനെയാണ് വന്നെങ്കിലോ 7/2 അതായത് ആദ്യത്തെ 2 വാല്യൂ നമുക്ക് ആവശ്യമില്ല. 7 ആണ് യൂണിറ്റ് പ്ലേസിൽ 7/240. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 7ൻ്റെ യൂണിറ്റ് പ്ലേസ് കാണുന്നത് നമുക്കറിയാം എന്താണ്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 240/4. അപ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണ് കിട്ടുക. റിമൈൻഡർ എന്ന് പറയുന്നത് 0 കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7/4 ആയിരിക്കും. 7/, അതായത് 0 വന്നാൽ ഞാൻ പറഞ്ഞു എന്താ 4 ആയിട്ട് എടുക്കുക പവർ 7/4 ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം എന്താണ് 7 ക്യൂബിൻ്റെ വാല്യൂ 343 ആണെന്നറിയാം. ഇൻറ്റു ഒരു 7 കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് കിട്ടും? 1 ആണ് റിമൈൻഡറായി കിട്ടുക. എന്താ യൂണിറ്റ് പ്ലേസിൽ 1 ആണ് കിട്ടുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാമല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ യൂണിറ്റ് ഡിജിറ്റ്? അപ്പോൾ ഇത് സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് നോക്കിയാൽ മതി. എങ്ങനെയാണ്? ഇവിടെ നോക്കിയേ, ആഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. എന്താ 4ഉം നമുക്ക് വേണമെങ്കിൽ 4ഉം 6ഉം 10 കിട്ടി. പിന്നെന്താ ഇത് രണ്ടും 5 കിട്ടി. അപ്പോൾ എന്താ 15 കിട്ടി. യൂണിറ്റ് പ്ലേസിൽ 5 ആയിരിക്കും. സിമ്പിൾ അല്ലേ? അതായത് യൂണിറ്റ് പ്ലേസ് മാത്രം ആഡ് ചെയ്യുക. അപ്പോൾ 5 ആണ് ആൻസർ കിട്ടുക. അടുത്ത് ഇനി മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോഴും സെയിം ആണ്. എങ്ങനെ ചെയ്യാം? 9 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ എന്താ 9 നിന്ന് 3 പോയി 6 കിട്ടി. പ്ലസ് 2 ചെയ്തു 8 കിട്ടി. -4 ചെയ്തു. അപ്പോൾ ഇതിൽ -4 ചെയ്താൽ ആൻസർ 4 ആണ് കിട്ടുക. ഓക്കെ, ഓപ്ഷൻ സി 4 ആണ് കിട്ടുക. സിമ്പിൾ അല്ലേ? ഇനിയോ ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? 6 അതായത് ഇവിടെ നോക്കിയേ 1ഉം 9ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 കിട്ടും. പിന്നെന്താ ഇവിടെ നോക്കിയേ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9ഉം 6ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 54 ആണ് കിട്ടുക. സോ എന്താ നമ്മൾ ആ 54ന് പകരം യൂണിറ്റ് പ്ലേസ് മാത്രം എടുത്താൽ മതി. നമുക്ക് 4 കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഈ രണ്ടും വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 36 ആണ് കിട്ടുക. സോ 6 മാത്രം എടുത്താൽ മതി. ആൻസർ എന്താ? 6 ആണ് കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് യൂണിറ്റ് പ്ലേസ് കാണുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് കുറേ ഉണ്ടല്ലോ. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയാൽ നിങ്ങളിവിടെ സിമ്പിളായിട്ട് നമുക്ക് ആ കാണുന്ന സെക്കൻഡിൽ തന്നെ ആൻസർ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ഈ 5നെ ഒരു ഈവൻ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും എന്ത് കിട്ടും? 0 മാത്രമേ കിട്ടും. അതായത് എന്താ നിങ്ങൾ നോക്കിയാൽ 5 × 2 ചെയ്താൽ എന്ത് 10 കിട്ടും. ഇനി 5 × 4 ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് 20 കിട്ടും. ഓക്കെ, അതുപോലെ 5 × 6 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 30 കിട്ടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 5 എന്ന നമ്പറിനെ ഒരു ഈവൻ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എപ്പോഴും 0 കിട്ടും. പിന്നെ ആ 0നെ നമ്മൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 ആയിരിക്കില്ലേ? അതായത് ഇത് രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 0 വന്നു. പിന്നെ ഏത് നമ്പർ ഇതിനൂടെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് 0 ആയിരിക്കും യൂണിറ്റ് പ്ലേസ് കിട്ടുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? എന്താണ്? യൂണിറ്റ് പ്ലേസിൽ 0 ആയിരിക്കും വരിക. സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ കാണുന്ന ആ സെക്കൻഡിൽ നിന്ന് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ കുറച്ച് പണിയാണ്. എങ്ങനെ ചെയ്യാം? അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം നോക്കിയത് ഓരോന്നായി നമുക്ക് ചെയ്യാം. 2⁻86. അപ്പോൾ 2ൻ്റെ എങ്ങനെയാണ്? 2ൻ്റെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? /4 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ പവർ എന്താണ്? 86/4 ചെയ്യാം. 86/4. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഏതൊക്കെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ? അതായത് നമുക്കറിയാം 0, 1, 5, 6 ഇത്രയും വാല്യൂസ് വന്നാൽ എന്താണ്? സെയിം ആണ് ഇതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ വരിക. ഇനി എന്താണ് അടുത്തത്? 4 അല്ലെങ്കിൽ 9 ഇത്രയും വാല്യൂ വന്നാൽ എന്താ? ഓഡ് വാല്യൂ ആണ് പവർ വന്നെങ്കിൽ സെയിം ആണ്. ഈവൻ വാല്യൂ ആണ് പവർ വന്നെങ്കിൽ എന്താണ്? ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അതായത് എന്താ നമുക്ക് 4, 9 ഓഡ് ഈവൻ. 4ൻ്റെ ഓടാണ് വന്നതെങ്കിൽ 4 തന്നെയാണ്. ഈവനാണ് വരുന്നതെങ്കിൽ 6 ആണ്. ഇവിടെ എന്താണ്? 9, 1. അപ്പോൾ ഈ കാര്യം ഓർത്തിരിക്കുക. അതുപോലെ നമുക്കറിയാം 2, 3, 7, 8 ഇത്രയും വാല്യൂസാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
പവർ ഡിവൈഡ് ബൈ 4 ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ആ കിട്ടുന്ന വാല്യൂ ഏത് വാല്യൂ ആണ് യൂണിറ്റ് പ്ലേസിൽ അത് പവർ റിമൈൻഡർ ഇടുക. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ എന്താണ് 2 ആണ് നമുക്ക് ആദ്യം ഉള്ളത്. 2ൻ്റെ പവർ 86. അപ്പോൾ 2 എന്ത് ചെയ്യണം, 2 കിട്ടിയാൽ നമ്മൾ നോക്കിയാൽ ഈ എന്താ പവർ ഡിവൈഡ് ബൈ 4. അപ്പോൾ 86 ഡിവൈഡ് ബൈ 4 ചെയ്യുക. സോ 86 ഡിവൈഡ് ബൈ 4 ചെയ്താൽ നമുക്കറിയാം റിമൈൻഡർ എത്ര വരും. റിമൈൻഡർ എന്ന് പറയുന്നത് എന്ത് കിട്ടും, റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആയിരിക്കും അല്ലേ. അതായത് 84നെ നമുക്ക് കറക്റ്റായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബാക്കി റിമൈൻഡർ എത്രയാണ് വരുന്നത്, 2 ആണ് റിമൈൻഡർ വരിക. അപ്പോൾ എന്താ ഇവിടെ ഇതിൻ്റെ യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്നത് എന്താ 2^2 ആയിരിക്കും. അതെന്ന് പറയുന്നത് എന്താണ് 2^2 എന്ന് പറയുന്നത് എന്താണ് 4 ആണ്. അപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അടുത്ത് നമുക്ക് 3ൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം. 3 സെയിം ആണ്, ഡിവൈഡ് ബൈ 4 ചെയ്യണം. അപ്പോൾ അതിൻ്റെ പവർ എത്രയാണ് 53/4. സോ എന്ത് കിട്ടും, 52നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ റിമൈൻഡർ എന്ന് പറയുന്നത് എന്താണ് 1 ആണ്. സോ റിമൈൻഡർ 1 ആണ്. സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ 3^1ൻ്റെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. 3^1ൻ്റെ വാല്യൂ എന്താണ് 3 തന്നെയാണ്. സോ ഇവിടെ നമുക്ക് കിട്ടും 3 തന്നെ കിട്ടും. ക്ലിയർ അല്ലേ. അടുത്ത 6 വന്നാൽ നോക്കിയേ, 6 എവിടെയാണുള്ളത്, ഈ ഫസ്റ്റത്തെ ഗ്രൂപ്പിലാണ് 6 ഉള്ളത്. അപ്പോൾ 6 വന്നാൽ ഏത് പവർ ആയാലും നമുക്ക് 6 തന്നെയായിരിക്കും ആൻസർ. സോ ഇവിടെ 6 തന്നെയായിരിക്കും ആൻസർ. ക്ലിയർ അല്ലേ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇനി നമ്മൾ ചെയ്യേണ്ടത് നോക്കിയേ 4, 3, 6. അപ്പോൾ ഇത് തമ്മിൽ ഇനി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് നമ്മൾ ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂസ് ഏതൊക്കെയാണ്, ഇടയിലുള്ള സൈൻ ഏതാണ്, മൾട്ടിപ്പിളാണ്. അപ്പോൾ ഇതും മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 3 × 6. അപ്പോൾ എന്ത് കിട്ടും, 4 × 3 12 × 6 72 കിട്ടും. അപ്പോൾ യൂണിറ്റ് പ്ലേസിലുള്ള വാല്യൂ എന്താണ് 2 ആണ് യൂണിറ്റ് പ്ലേസിലുള്ള വാല്യൂ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ, നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കാറ്റഗറി, ഈ 3 കാറ്റഗറി നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ 3 കാറ്റഗറി പഠിച്ചു വെക്കുക, ആൻസർ സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയേ, ഇവിടെയും സെയിം ആണ്. അപ്പോൾ നമുക്കറിയാം ആദ്യത്തേത് നോക്കിയേ, ഇവിടെ എന്താണ് ഫസ്റ്റ് നോക്കിയാൽ 6ൻ്റെ നമുക്കറിയാം 6ൻ്റെ ഏത് പവർ വന്നാലും 6 തന്നെ കിട്ടും. അതുപോലെ ഇവിടെ നോക്കിയാൽ 5ൻ്റെ ഏത് പവർ വന്നാലും 5 തന്നെ കിട്ടും. പിന്നെ നമ്മൾ നോക്കിയാൽ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, എന്താ 5 × ഏത് ഈവൻ നമ്പർ ആയാലും എന്ത് കിട്ടും നമുക്ക്, അത് 0 ആയിരിക്കും കിട്ടുക. സോ എന്താ ഇവിടെ നോക്കിയാൽ ഇത് സൈൻ എന്ന് പറയുന്നത് ഇൻറ്റു ആണ്. അപ്പോൾ 5 × 6 എന്തായാലും വന്നു നമുക്ക്. 5 × 6 വന്നാൽ എന്താ, അത് എന്തായാലും എന്തായിരിക്കും 0 ആയിരിക്കും ആൻസർ കിട്ടുക. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാം. അടുത്ത് നോക്കിയേ, ഇവിടെ നോക്കിയാൽ എന്താണ് 4^1 + 9² + 4³ + 9^4 അങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് കാറ്റഗറി ചെയ്ത് നോക്കിയേ. അതായത് 4^1 ഉണ്ട്, അതുപോലെ 4³ ഉണ്ട്, അങ്ങനെ പോകും. അതുപോലെ എന്താ 4^5 ഉണ്ട്, അങ്ങനെ പോകും. ഇതൊരു കാറ്റഗറി. അതുപോലെ നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ആക്കുന്നു. പിന്നെന്താ 9² ഉണ്ട്, പിന്നെന്താ 9^4 ഉണ്ട്. അപ്പോൾ അങ്ങനെ കാറ്റഗറി ഉണ്ട്. പിന്നെന്താ അങ്ങനെ പോകുന്നു. ക്ലിയർ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ 9^1, അതായത് 9ൻ്റെ ഏത് പവർ വന്നാലും നമുക്കറിയാം എന്താണ് 9^1 9³ ഇങ്ങനെ വന്നാൽ 9ൻ്റെ ഓഡ് പവറാണ് വന്നിട്ടുള്ളത്. 4ൻ്റെ ഓഡ് പവറാണ് വന്നിട്ടുള്ളത്. സോ എന്ത് കിട്ടും, 4ൻ്റെ ഓഡ് പവർ. അപ്പോൾ 4 തന്നെ കിട്ടും. യൂണിറ്റ് പ്ലേസിൽ 4 തന്നെ കിട്ടും. യൂണിറ്റ് പ്ലേസിൽ 4 തന്നെ കിട്ടും. അങ്ങനെ എത്ര ടൈംസ് ഉണ്ട് ഇവിടെ നോക്കിയാൽ നമ്മൾ 1 മുതൽ 100 വരെ. സോ അത്രയും ടൈംസ് ഓഡ് നമ്പേഴ്സ് ഉണ്ടാവും. 50 ടൈംസ് ഓഡ് നമ്പേഴ്സ് ഉണ്ടാവും, 50 ടൈംസ് ഈവൻ നമ്പേഴ്സ് ഉണ്ടാവും. അതായത് ഈ ടേമിൽ 50 ടേംസ് ഉണ്ടാവും, ഇവിടെ 50 ടേംസ് ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ 100 ടേംസ് വരിക ആണ്. അപ്പോൾ 4^1 4³ ഇങ്ങനെയൊക്കെ വന്നാൽ നമുക്കറിയാം എന്താണ് അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 4 ആയിരിക്കും. അങ്ങനെ ടോട്ടൽ എത്രയുണ്ട് 54 ഉണ്ടാവും. അപ്പോൾ അത്രയും നമ്മൾ ആഡ് ചെയ്യുന്നതിന് പകരം 54 നമ്മൾ ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം 6. അപ്പോൾ അതിനെ നമ്മൾ വേറൊരു ഗ്രൂപ്പാക്കി. എന്നിട്ട് നമ്മൾ നോക്കിയാൽ 4^1. അപ്പോൾ 4ൻ്റെ പവർ ഓട് വന്നാൽ നമുക്കറിയാം എന്താ 4 തന്നെയായിരിക്കും യൂണിറ്റ് പ്ലേസ് വരിക. അങ്ങനെ ഈ 50 ടേമിൻ്റെയും അതായത് ടോട്ടൽ എത്ര ടേം ഉണ്ട് 1 മുതൽ 100 വരെ, ടോട്ടൽ 100 ടേമാണ്. അതിൽ ഈവൻ പവർ എത്രയുണ്ട്, ഈവൻ ടേം എത്രയുണ്ട് 50 ആണ്. ഓഡ് ടേം എത്രയുണ്ട് 50 ആണ്. സോ ഈ രണ്ട് ടേമും 50 ആണ്.
സോ നമുക്ക് ഈ ഫസ്റ്റ് ടേമിൽ 4ൻ്റെ പവർ 1 ആണ്, അതായത് ഓടാണ്. ഓടാകുമ്പോൾ നമുക്കറിയാം എന്താണ് യൂണിറ്റ് പ്ലേസിൽ 4 തന്നെയായിരിക്കും. 4 ക്യൂബ് അപ്പോഴും യൂണിറ്റ് പ്ലേസിൽ 4 ആയിരിക്കും. 4⁵5 അപ്പോഴും യൂണിറ്റ് പ്ലേസിൽ 4 ആണ്. അങ്ങനെ എത്ര 4 നമ്മൾ ആഡ് ചെയ്യണം? ഇവിടെ എന്താ നോക്കിയാൽ സൈൻ ചെയ്താൽ പ്ലസ് ആണ്. അങ്ങനെ 50 ടൈംസ് നമ്മൾ 4 ആഡ് ചെയ്യണം. 50 ടൈംസ് 4 ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് 4 × 15 ചെയ്യാം. 4 × 15 ചെയ്യാം. അതുപോലെ ഇവിടെ 1 വരും, 1 × 15 ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താ 200 കിട്ടും, 50 കിട്ടും, 250. സോ നമ്മുടെ യൂണിറ്റ് പ്ലേസിലെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂണിറ്റ് പ്ലേസിലെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെ ചെയ്യാം. അടുത്തത് എന്താ? ഫാക്ടോറിയൽ. അപ്പോൾ ഈ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇവിടെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഫാക്ടോറിയൽ 1 തന്നെയാണ്. അടുത്ത 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 × 2 ആണ് 2 ഫാക്ടോറിയൽ. എത്ര കിട്ടും? 2 കിട്ടും. ഇനി 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 × 2 × 3 ആണ്. അപ്പോൾ എന്ത് കിട്ടും? 6 കിട്ടും. ഇനി 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് 1 × 2 × 3 × 4 വരെ, അപ്പോൾ 24 ആണെന്ന് കിട്ടും. ഇനി 5 ഫാക്ടോറിയലോ? ഇത്രയും ടേമിൻ്റെ കൂടെ × 5 കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 120 ആണെന്ന് കിട്ടും. അതുപോലെ 6 ഫാക്ടോറിയൽ എന്താണ്? 720 ആണെന്ന് കിട്ടും. അതായത് 120ൻ്റെ കൂടെ × 6 കൂടെ ചേർക്കാം, 7 ഫാക്ടോറിയൽ ആണെന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഫാക്ടോറിയൽ എന്ന് പറയാം. അതുപോലെ 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലും എന്താണ്? 1 തന്നെയാണ്. 1 ഫാക്ടോറിയൽ 1 ആണ്, 0 ഫാക്ടോറിയലും 1 ആണ്. വേണമെങ്കിൽ 7 ഫാക്ടോറിയൽ നോക്കിയേ, ഇതിൻ്റെ കൂടെ × 7 ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? 5040. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് ഈസി ആയിരിക്കും. അപ്പോൾ 7 വരെയുള്ള ഫാക്ടോറിയൽ എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. 2 ഫാക്ടോറിയലിൻ്റെ ലാസ്റ്റ് എന്താണ്? 2 ആണ്. 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അതായത് ഇതിൻ്റെയൊക്കെ പവർ നോക്കിയാൽ മതി നിങ്ങൾ. അതായത് 1 ഫാക്ടോറിയലിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. യൂണിറ്റ് പ്ലേസിലും 1 ആണ്. 2 ഫാക്ടോറിയലിൻ്റെ യൂണിറ്റ് പ്ലേസിൽ എന്താണ്? 2 ആണ്. 3 ഫാക്ടോറിയൽ എന്താണ്? 6 ആണ് വരിക, 6 ആണ് യൂണിറ്റ് പ്ലേസിൽ വരിക. 4 ഫാക്ടോറിയൽ എന്താണ്? 4 വരും. 5 ഫാക്ടോറിയൽ അവിടെ 0 വന്നു. പിന്നെയോ ഇനിയുള്ള എല്ലാ ടേമിലും നമുക്ക് എന്ത് വരും? 0 ആയിരിക്കും വരിക. 6 ഫാക്ടോറിയൽ 0 ആണ്, 7 ഫാക്ടോറിയൽ നോക്കിയാൽ യൂണിറ്റ് പ്ലേസിൽ 0 ആണ്. അപ്പോൾ ഇതാ ഈ 4 ഫാക്ടോറിയൽ വരെ നമുക്ക് ഈ നമ്പേഴ്സ് വന്നു. അത് കഴിഞ്ഞിട്ട് 5 മുതൽ എന്താ എല്ലാ ടേമിലും 100 വരെയുള്ള ഫാക്ടോറിയലിലും നമുക്ക് എന്താ 0 ആയിരിക്കും യൂണിറ്റ് പ്ലേസ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നിങ്ങൾ നോക്കിയാൽ യൂണിറ്റ് പ്ലേസിൽ നമ്മൾ ഇതാ എത്ര 0 വന്നാലും അതിൻ്റെ ലാസ്റ്റ് ഇതാ ഈ നമ്പേഴ്സ് ആഡ് ചെയ്താൽ മതി. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. 100 + 1 ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് യൂണിറ്റ് പ്ലേസിൽ എന്ത് വരും? നമുക്ക് വരുന്നത് 1 ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇതാ ഇവിടെ എത്രയോ 0 ഉണ്ട്, ഒരുപാട് 0s ഉണ്ട്. പക്ഷേ നമ്മളെന്താ അതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യുമ്പോൾ ഈ വാല്യൂ ആയിരിക്കും യൂണിറ്റ് പ്ലേസിൽ വരിക. ഓക്കെ, അതിൻ്റെ കൂടെ ഈ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇതായിരിക്കും യൂണിറ്റ് പ്ലേസ് വരിക. അപ്പോൾ ഇത് നമ്മൾ സമ്മ് ചെയ്ത് നോക്കിയാൽ എത്രയാണ്? 6, 4, 10 പിന്നെന്താ 13 ആണ് സമ്മ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇത് 13 കിട്ടും, പ്ലസ് ഇവിടെ എത്രയൊക്കെയോ 0 കിട്ടും, ഇവിടെ കുറേ 0 കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളെന്താ ഇതിൻ്റെ കൂടെ നമ്മൾ ലാസ്റ്റ് എത്ര 13 ആഡ് ചെയ്യുന്നു. സോ എന്താ യൂണിറ്റ് പ്ലേസിൽ വരുന്നത് 3 ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? എത്ര 0 ഉണ്ടായാലും, അതായത് നമുക്കിതാ ഇതുപോലുള്ള ആൻസർ കിട്ടി. ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ 5 ഫാക്ടോറിയൽ മുതൽ 10 ഫാക്ടോറിയൽ വരെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ഇത്രയും വലിയ 0 ഉള്ള വാല്യൂസ് കിട്ടിയെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു 3000, 1 2 3 00 ഇങ്ങനെയുള്ള വാല്യൂ കിട്ടി. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്രയും ടേം ഈ യൂണിറ്റ് പ്ലേസിലുള്ള വാല്യൂസും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. എത്രയാണ്? 13 ആണ് നമുക്ക് കിട്ടിയത്. അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 31 പിന്നെ 000 അങ്ങനെ പോകും. അപ്പോൾ യൂണിറ്റ് പ്ലേസിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ നോക്കിയാൽ ഇവിടെ ഫാക്ടോറിയൽ ഉണ്ട്. ഇവിടെ എങ്ങനെയാണ് ചെയ്യാം? ഇവിടെ 2⁵55 ഫാക്ടോറിയൽ, 3⁵ അത്രയും ഫാക്ടോറിയൽ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2⁵, ഇതിനെ നമ്മൾ എന്താ 2ൻ്റെ പവർ വന്നാൽ എന്ത് ചെയ്യാം? 2ൻ്റെ പവർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2ൻ്റെ പവർ വന്നാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 55 ഫാക്ടോറിയലിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും? 55 ഫാക്ടോറിയലിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ഡിവൈഡ് ചെയ്യും? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്
ഇപ്പോൾ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അപ്പോൾ ഇതിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. കാരണം എന്താ? ഈ 4ഉം കട്ടാവും, ഡിവിസിബിൾ ആണ്. അപ്പോൾ അതുപോലെ 4 ഫാക്ടോറിയലിനേക്കാളും 4 ഫാക്ടോറിയലോ അതോ 4നേക്കാളും വലിയ ഫാക്ടോറിയലോ വന്നാൽ നമുക്ക് 4നെ കൊണ്ട് ഡിവിസിബിൾ ആണ്. കാരണം എന്താ? വേറെ എക്സാമ്പിൾ നോക്കിയാൽ 6 ഫാക്ടോറിയൽ. അപ്പോൾ എന്താ? 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. 1 ഫാക്ടർ. ഇത്രയാണ് ഫാക്ടോറിയലിന് മീൻ ചെയ്യുന്നത്. ഡിവൈഡ് ബൈ 4 ചെയ്താൽ എന്താ? കണ്ടോ, ഈ 4ഉം കട്ടായി. പിന്നെ നമുക്ക് എന്താ? ഡിവിസിബിൾ ആണെന്നും പറയാം. അങ്ങനെ ഇപ്പോൾ എന്താ? 55 ഫാക്ടോറിയലും ഡിവിസിബിൾ ആയിരിക്കും. സോ എന്താ? അങ്ങനെ ഡിവിസിബിൾ ആകുമ്പോൾ എന്താ? റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെ റിമൈൻഡർ 0 വന്നാൽ എന്ത് ചെയ്യും? 2⁴ ഇടുക. അപ്പോൾ എന്ത് കിട്ടും? 16. 2⁴ എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ വാല്യൂ യൂണിറ്റ് പ്ലേസിൽ 6 ആയിരിക്കും കിട്ടുക. ഓക്കെ. ഇനി 3 എത്രയാ? 103 ഫാക്ടോറിയൽ. അപ്പോൾ അതും നമുക്കറിയാം എന്താണ്? 103 എന്ന് പറയുന്നതും 4നെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യാം? നമുക്കറിയാം 3⁴ ഇടാം. കാരണം എന്താ? ഡിവിസിബിൾ ആയിരിക്കും, 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ 3⁴ ഇടുക. 3⁴ എന്ന് പറയുന്നത് 81 ആണ്. അപ്പോൾ യൂണിറ്റ് പ്ലേസിൽ 1 ആണ്. ഇനി 4 ഫാക്ടോറിയൽ. 4 എത്രയാണ്? 38. 4�38 ഫാക്ടോറിയൽ. 4�38 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയേ. അപ്പോൾ 4ൻ്റെ ആണെങ്കിൽ എന്താ? ഈവൻ പവർ ആണെങ്കിൽ എന്ത് ചെയ്യും? ഈവൻ പവർ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. ഓഡ് പവർ ആണെങ്കിൽ എത്ര കിട്ടും? 4 കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിയേ, അതായത് 1 ഇൻറ്റു 2 ഇൻറ്റു അതായത് 2 ഫാക്ടോറിയൽ കഴിഞ്ഞിട്ട് എല്ലാ വാല്യൂവിൻ്റെ കൂടെ നമ്മൾ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള എല്ലാ ഫാക്ടോറിയലിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. കാരണം എന്താ? 1 ഇൻറ്റു 2 ഇൻറ്റു അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഓരോ ഫാക്ടോറിയലിനും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വാല്യൂവും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എല്ലാ ഫാക്ടോറിയൽ വാല്യൂ 2ൻ്റെ മൾട്ടിപ്ലൈ ആയിരിക്കും. സോ എന്താ? ഇത് ഈവൻ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ എന്താ? 4�38 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്. സോ അതായത് 38 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ എന്ത് വരും? 6 എന്ന് വരും. സോ എന്താ? 6 1 6 ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6 ഇൻറ്റു 1 ഇൻറ്റു 6 എന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 36. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. അതായത് എന്താ? ഇവിടെ നോക്കേണ്ടത് നമ്മൾ 32 പവർ 32. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ എന്താ? പവറിനെ 4 വെച്ചാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ എന്താ? ഇവിടെ 32 പവർ 32 ആണ്. അപ്പോൾ 32 ഈ പവർ എന്ന് പറയുന്ന വാല്യൂ 32 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതൊക്കെ കറക്റ്റ് 32 എന്ന് പറയുന്ന വാല്യൂ കറക്റ്റ് ഡിവിസിബിൾ ആവുന്നുണ്ട്. സോ എന്താ? റിമൈൻഡർ നമുക്ക് 0 ആയിട്ടാണ് കിട്ടുക. റിമൈൻഡർ 0 ആയിട്ട് കിട്ടും. സോ എന്ത് കിട്ടും? 2ൻ്റെ പവർ റിമൈൻഡർ 0 ആണ്. അപ്പോൾ 2 പവർ 4 കിട്ടും. 2 പവർ 4 കിട്ടിയാൽ 16 ആണ്. ആൻസർ എന്ന് പറയുന്നത് 6 ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് കൺഫ്യൂഷൻ വേണ്ട. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയതാ CSAT എക്സാമിൽ 2024 ചോദിച്ച ക്വസ്റ്റ്യനാണ്. CSATൽ ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കിയേ എങ്ങനെയാണ്? വാട്ട് ഈസ് ദ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് പ്രിസൈഡിങ് ദ സീറോസ് ഇൻ ദ വാല്യൂ ഓഫ് 30⁻30. അപ്പോൾ 30⁻30 ആണ് നമ്മൾ ഇവിടെ അതിൻ്റെ എന്താ? റൈറ്റ് മോസ്റ്റ് വാല്യൂ ഫൈൻഡ് ചെയ്യണം. റൈറ്റ് മോസ്റ്റ് എന്താ? സീറോന് എത്രയോ സീറോ ഉണ്ട്, ഒരുപാട് സീറോസ് ഉണ്ടാവും ലാസ്റ്റ്. അതിന് തൊട്ട് മുന്നിലുള്ള ഡിജിറ്റാണ് നമ്മൾ എത്രയാണ് വാല്യൂ എന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ എന്താ? നമുക്കിവിടെ 30⁻30 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 30 നമുക്ക് ഡിവൈഡ് ചെയ്ത് മാറ്റി എഴുതാം. എങ്ങനെയാണ്? 30 നമുക്ക് 3 ഇൻറ്റു 10 എന്ന് എഴുതാം. 3⁻30 എന്ന് എഴുതാം. 10⁻30 എന്ന് എഴുതാം. ഓക്കെ. ഇപ്പോൾ നോക്കിയേ, സീറോൻ്റെ വാല്യൂ മാറി. അതായത് സീറോൻ്റെ ടേം ഇതാ ഇവിടെ 10ൻ്റെ ടേം സെപ്പറേറ്റ് ടേമായി, 3ൻ്റെ ടേം സെപ്പറേറ്റ് ആയി. ഇനി നോക്കിയേ, 10ൻ്റെ ടേമിൽ ഒരുപാട് സീറോസ് ഉണ്ടാവും. 10ൻ്റെ ടേമിൽ ഫുള്ള് സീറോസ് ആയിരിക്കും. പക്ഷേ ഇതാ ഇതിൻ്റെ യൂണിറ്റ് പ്ലേസ് കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമുക്ക് ആവശ്യമുള്ള വാല്യൂ. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് പ്ലേസ് 3⁻30. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 30/4 ചെയ്യുക. അപ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 2 കിട്ടും. അപ്പോൾ 3² ചെയ്യുക. സോ എന്ത് കിട്ടും? 9 ആണ് നമുക്ക് യൂണിറ്റ് പ്ലേസ് വരിക. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ, വളരെ സിമ്പിൾ. ജസ്റ്റ് സെക്കൻഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചെയ്തത് ഒന്നുകൂടെ നോക്കിക്കോ.
അതായത് എന്താണ് 30/30 ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 30 നമ്മൾ ആദ്യം എന്ത് ചെയ്യും, 3 × 10 എന്ന് ചെയ്യാം. ഇനി 3/30 എന്ന് എഴുതാം, 10/30 എന്ന് എഴുതാം. ഇപ്പോൾ നോക്കിയേ, ഈ 10/30 എന്ന് എഴുതിയത് ഫുള്ള് എന്തായിരിക്കും, 0ൻ്റെ ടേം ആയിരിക്കും. അത്രയും സീറോസ് ഉണ്ടാവും. ബാക്കി 3/30 എന്ന് എഴുതിയത് എന്താ, 0 ഇല്ലാത്ത ടേം ആയിരിക്കും. അപ്പോൾ ആ ടേം ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക, അതായത് ഈ ടേം ചെയ്താൽ നമുക്കിതാ 30/30 കിട്ടി ഇൻറ്റു ഈ 10/30 എന്ന് ചെയ്താൽ എന്താ 30 ഉള്ള വാല്യൂ കിട്ടും, അങ്ങനെയുള്ള വാല്യൂ കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ ഈ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ നമുക്ക് 0 ഇല്ലാത്ത വാല്യൂ കിട്ടും. ഇവിടെ ഒരു വാല്യൂ കിട്ടും, ആ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 0 ഇല്ലാത്ത വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ എന്താ ഇതിൻ്റെ യൂണിറ്റ് പ്ലേസിലുള്ള വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഇതിൻ്റെ യൂണിറ്റ് പ്ലേസിലുള്ള വാല്യൂ എന്ത് കിട്ടും, 30/3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 9 ആണ് കിട്ടുക. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് 9 എന്ന ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇതിൻ്റെ പവറുള്ള വാല്യൂ നോക്കിയേ, 2 ആണ്. അപ്പോൾ നമ്മളെന്താ 2 മാത്രം എടുത്താൽ മതി, ബാക്കിയുള്ള ടേംസ് ആവശ്യമില്ല. പക്ഷേ പവർ നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ 9 × 7 × 5 × 3 × 1 ഇത്രയും ചെയ്താൽ എന്ത് കിട്ടും, ഇത്രയും ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 5 4 9 945 ആണെന്ന് കിട്ടും. ഇനി 945നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, റിമൈൻഡർ എന്ന് പറയുന്നത് ഇത് 2 3 6, റിമൈൻഡർ എന്ന് പറയുന്നത് എന്ത് കിട്ടും, നമുക്ക് റിമൈൻഡർ എന്ന് പറയുന്നത് 1 കിട്ടും. അങ്ങനെ റിമൈൻഡർ 1 വന്നാൽ എന്ത് കിട്ടും, 2/1. റിമൈൻഡർ 1 വന്നാൽ 2/1 ആണ്. 2/1ൻ്റെ പ്ലേസിൽ എന്താ 2 തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇത് 2023 CSATൽ ഏറ്റവും ടഫസ്റ്റ് എക്സാം വന്നപ്പോഴാണ് 2023. അപ്പോൾ അതിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. കണ്ടോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തു 2023. അപ്പോൾ അതൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കറക്റ്റായി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതും 2023 ക്വസ്റ്റ്യനാണ്. ഇവിടെ നോക്കിയാൽ 3 ഡിജിറ്റ് നമ്പർ ABC എന്ന നമ്പറാണ് ഓൺ മൾട്ടിപ്ലൈയിങ് വിത്ത് D. അപ്പോൾ D കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 37DD എന്ന് കിട്ടും. അപ്പോൾ വേർ ABCD ആർ ഡിഫറെൻറ്റ് നോൺ സീറോ ഡിജിറ്റ്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് A + B + C. അപ്പോൾ ഈ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നോക്കിയേ, ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതായത് D എന്ന വാല്യൂവിന് നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ എന്താ ഇവിടെ ചെയ്യേണ്ടത്, ABC ആ വാല്യൂവിനെ മൾട്ടിപ്ലൈ വിത്ത് D, ആ വാല്യൂവിനെ നമ്മൾ D കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ABC എന്നത് ഒരു 3 ഡിജിറ്റ് നമ്പറാണ്, അതിനെ നമ്മൾ D കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ 4 വാല്യൂ കിട്ടും. ക്ലിയർ? അതായത് ഒരു എക്സാമ്പിൾ, ഏറ്റവും വലിയ വാല്യൂ നമുക്ക് എടുക്കാം. അതായത് 9 ആണ് ഏറ്റവും വലിയ വാല്യൂ, അത് എക്ക് കൊടുത്തു. പിന്നെന്താ 8 7 നമ്മൾ ഇൻറ്റു 3 ചെയ്യുന്നു വിചാരിക്കാം. ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 2961. അപ്പോൾ എന്താണ്, 3000ൻ്റെ അടുത്ത് പോലും ഇതെത്തില്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ 3 കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്യുന്നത്. D എന്ന വാല്യൂ 0 മുതൽ 1 2 3 ഇത്രയും വാല്യൂസ് നമ്മൾ ഒരിക്കലും Dക്ക് കൊടുക്കാൻ പറ്റില്ല. ഇത്രയും വാല്യൂസ് നമ്മൾ Dക്ക് കൊടുക്കാൻ പറ്റില്ല. ഇനി 987 ഏറ്റവും വലിയ വാല്യൂ ആണിത്, ഇൻറ്റു നമ്മളെന്താ 4 ചെയ്യുന്നു വിചാരിക്കാം. അപ്പോൾ എന്ത് കിട്ടും, 3948 കിട്ടും. അപ്പോൾ ഇത് നോക്കേ, 4 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 4 കൊടുത്താൽ നമുക്ക് ഈ ഏരിയയിൽ ഏതാണ്ട് ഈ ഏരിയയിൽ നമുക്ക് കിട്ടുന്നുണ്ട്, ഏതാണ്ട് ഈ ഏരിയയിൽ നമുക്ക് കവർ ആവുന്നുണ്ട്. സോ നമുക്ക് എന്താ 4 എന്ന വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്, നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു, അപ്പോൾ നമുക്ക് 4 വെച്ചാൽ ഏതാണ്ട് നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ട്. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞു 37DD, ഇതിനെ നമ്മൾ D കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. അതായത് എന്താ, ക്വസ്റ്റ്യനിൽ പറഞ്ഞു ABC ഇൻറ്റു D ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 37DD എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഡീനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ D എന്ന വാല്യൂ കിട്ടും. അപ്പോൾ എന്ത് കിട്ടും, 37DD / D ചെയ്താൽ നമുക്ക് എന്താ ABC എന്ന വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 37. ഇവിടെ നമ്മൾ Dക്ക് നമുക്ക് 4 കൊടുക്കാം, 4 കൊടുക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, / 4 ചെയ്താൽ ഇത്ര ചെയ്താൽ നമുക്ക് ഏത് വാല്യൂ കിട്ടും, ഇത്രയും വാല്യൂ ചെയ്താൽ നമുക്ക് നോക്കിയേ, ഇത് കട്ട് ചെയ്താൽ മതി, എന്ത് കിട്ടും, ഇത് കട്ട് ചെയ്യുമ്പോൾ 9 കിട്ടും, 3 കിട്ടും, 6 കിട്ടും. സോ 396 ആണ് നമുക്ക് ഇവിടെ കിട്ടുക. സോ 936 ആണ് നമുക്ക് കിട്ടുക. 936 നമുക്ക് 4 കൊടുക്കുമ്പോൾ കിട്ടും. ഓക്കെ, നമ്മുടെ കണ്ടീഷൻസ് ഒക്കെ ഓക്കെയാണ്, 936 കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കിയേ, ഇനി വേണമെങ്കിൽ നമുക്ക് എന്താ 3755 എന്ന വാല്യൂ കൊടുത്താലോ, / 5 ചെയ്ത് നോക്കിയേ. 3755 / 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെയും നമുക്ക്
ഇതാ കറക്റ്റ് ഒരു വാല്യൂ കിട്ടുന്നുണ്ട് 751 എന്ന വാല്യൂ കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇത് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അതായത് നമ്മൾ എ എന്ന വാല്യൂവിന് ഇത് കൊടുത്തു, ബി എന്ന വാല്യൂവിന് ഇത് കൊടുത്തു, സി എന്ന വാല്യൂവിന് ഇത് കൊടുത്തു. പക്ഷേ ഡിക്ക് നോക്കിയേ, ഡിക്ക് ഈ സെയിം വാല്യൂ കൊടുക്കാൻ പറ്റില്ല. ഡിക്ക് ഇതാ ഇവിടെ ബിൻ്റെ വാല്യൂവും ഡിൻ്റെ വാല്യൂവും ഒരിക്കലും സെയിം ആവാൻ പാടില്ല. അപ്പോൾ എന്താ, ഇത് തമ്മിൽ 5 ആവാൻ പാടില്ല. അപ്പോൾ എന്താ, നമുക്കിത് എടുക്കാൻ പറ്റില്ല. ഇനി 3766 ഡിവൈഡ് ബൈ 6 ചെയ്താൽ നമുക്ക് എന്താ പോയിന്റിലെ വാല്യൂ കിട്ടും. സോ അതെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 4 എന്ന വാല്യൂ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 936 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ ഇതിൽ എന്താ എയും ബിയും ആഡ് ചെയ്യുക, എയും ബിയും സിയും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 9 + 3 + 6 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 18 എന്ന വാല്യൂ കിട്ടും. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ എ 18 ആണ് നമുക്ക് ആൻസർ കിട്ടാം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ഇതും നമുക്ക് എപ്പോഴും 2023 ചോദിച്ച CSAT ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായി നമ്മൾ ഓരോ വീഡിയോസ് നിങ്ങൾ കൃത്യമായി കാണുക, പ്രാക്ടീസ് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി സെഷൻ നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ഓക്കെ.